നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. അമേരിക്കൻ ഇടപെടലിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതത്തിൽ മറ്റൊരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന ഏറ്റുപിടിച്ച് BJP. വിദേശ ഫണ്ട് സ്വീകരിച്ച് ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ചു. USAID തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ മാത്രം ഭാരതത്തിലേക്ക് ഒഴുക്കിയത് $21 മില്യൺ. കോൺഗ്രസും ചില മാധ്യമപ്രവർത്തകരും വിദേശ പണം കൈപ്പറ്റി രാജ്യ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും ആക്ഷേപമുണ്ട്. പുറത്തു വന്ന വിവരങ്ങൾ ആശങ്കാജനകമാണെന്നും വിശദമായി പരിശോധിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നു. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. ഈ വിദേശ ഫണ്ട് ആരുടെയൊക്കെ കൈകളിൽ എത്തി, തിരഞ്ഞെടുക്കാൻ ശ്രമിച്ച മറ്റൊരു നേതാവ് ആരാണ്? BJP വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, കോൺഗ്രസ് വക്താവ് പ്രൊഫസർ റോണി കെ ബേബി, കോൺഗ്രസിൻ്റെ മറ്റൊരു വക്താവ് കൂടിയുണ്ട് ഡോക്ടർ സ്വയ ജോസഫ്, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്, സംവാദകൻ ശ്രീജിത്ത് പണിക്ക എന്നിവ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, രാഹുലും കോൺഗ്രസും രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാണ് BJP ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയ മാധ്യമങ്ങളോട് പറഞ്ഞത്. പ്രധാനമന്ത്രി കുപ്പായം തയ്പ്പിച്ച് നടന്ന ഒരേ ഒരാളേ ഉള്ളൂവെന്ന് നമുക്കറിയാം. ആ വ്യക്തി US-ലും UK-യിലുമൊക്കെ പോയി രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന നിരവധി പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവില്ലെന്ന് പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ UP-യിൽ മുസ്ലിം വോട്ടർമാർക്ക് പണം പോലും വാഗ്ദാനം ചെയ്തിരുന്നു. ഏത് വിധേനയും ഇന്ദ്രപ്രസ്ഥത്തിൽ അവരോധിക്കപ്പെടാനായി ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നടത്തിയ നീക്കങ്ങളെല്ലാം ഇപ്പോൾ ഒന്നൊന്നായി പുറത്ത് വരികയല്ലേ? ഇതില് നമ്മൾ ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടി മനസ്സിലാക്കണം. ബൈഡൻ ഭരണകൂടത്തിനെതിരെയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ജോ ബൈഡൻ ഒരു ചരിത്രമുണ്ട്. അതായത് നമുക്കറിയാം, 1995-96 കാലഘട്ടത്തിലാണ് ഈ കേരളത്തിൽ ഈ ISRO ചാരക്കേസ് എന്ന കള്ളക്കേസ് ഉണ്ടായത്. ഈ ISRO കേസിന്റെ പിന്നിലെ ശക്തി എന്ന് പറയുന്നത് അമേരിക്കയാണ്. ആ വ്യാജ കേസ് ഇവിടെ സൃഷ്ടിച്ചത് അവരാണ്. കൃത്യമായി പറഞ്ഞാൽ ക്ലിന്റൺ ഭരണകൂടമാണ്. ഈ ക്ലിന്റൺ ഭരണകൂടം അങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം, ക്ലിന്റൺ ഭരണകൂടത്തിന് ഒരു സംശയമുണ്ടായി, ഭാരതവും ഇറാനും പോലുള്ള രാജ്യങ്ങൾ ക്രയോജനിക് എഞ്ചിനുകൾ വികസിപ്പിക്കുന്നു എന്ന്. അപ്പോ അത് ഇല്ലായ്മ ചെയ്യാൻ, അത് ടോർപ്പഡോ ചെയ്യാൻ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ടോർപ്പഡോ ചെയ്യാൻ അവരൊരു സബ് കമ്മിറ്റി ഉണ്ടാക്കി. ക്ലിന്റൺ ഭരണകൂടം, അതായത് ഇന്ത്യ, ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ഈ ക്രയോജനിക് എഞ്ചിനുകൾ വികസിപ്പിക്കുന്നത് തകർക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ജോ ബൈഡൻ ആയിരുന്നു. അന്ന് അയാൾ സെനറ്ററാണ്. ആ ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള സബ് കമ്മിറ്റിയാണ് വ്യാജ ചാരക്കേസ് ഇവിടെ സൃഷ്ടിച്ചത്. അതിന് അവരെ സഹായിക്കാൻ കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കുറെ പത്രമാധ്യമങ്ങളും, അന്ന് ഈ ദൃശ്യമാധ്യമങ്ങൾ അങ്ങനെ ഇല്ലല്ലോ, പത്രമാധ്യമങ്ങളും പിന്നെ ചില രാഷ്ട്രീയക്കാരും നിന്നുകൊടുത്തതാണ്. അതാണ് ISRO വ്യാജ ചാരക്കേസ്. അപ്പൊ ആ ജോ ബൈഡന്റെ ചരിത്രം അതാണ്. ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കെയാണ് ഇപ്പോൾ ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണം ആരാ ഉന്നയിച്ചത്? ഇത് ട്രംപ് ആണ് ഉന്നയിച്ചത്. ട്രംപ് സൗദി അറേബ്യയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ട്രംപ് നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വിവാദമായത്. ഈ ട്രംപ് എന്താണ് പറഞ്ഞത്? നമ്മുടെ രാജ്യം എന്തിനാണ് വേറൊരു രാജ്യത്തിന്റെ എന്താ പറയാ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നത്? എന്തിനാണ് നമ്മൾ $21 മില്യൺ ഇന്ത്യയില് തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ എണ്ണം കൂട്ടാൻ, അതായത് ടേൺ ഔട്ട് പോളിംഗ് കൂട്ടാൻ നമ്മൾ എന്തിനാണ് ചെലവഴിക്കുന്നത്? നമ്മുടെ ഖജാനാവിലെ പൈസയല്ലേ? എനിക്ക് തോന്നുന്നത്
ബൈഡൻ ഭരണകൂടം ഇന്ത്യയിൽ ആരെയോ തെരഞ്ഞെടുക്കപ്പെടുത്താൻ വേണ്ടി, അതായത് ആരെയോ ജയിപ്പിക്കാൻ വേണ്ടി ഈ പണി എടുത്തതാണ് എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇത് ഞാൻ ഇന്ത്യ സർക്കാരിനോട്, ഭാരത സർക്കാരിനോട് പറയാൻ പോവുകയാണ്. ഇതാണ് ട്രംപ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഇംഗ്ലീഷ് ഇതാണ്: വൈ ഡു വി നീഡ് ടു സ്പെൻഡ് $21 million on voter turnout in India? I guess Biden administration, were trying to get somebody else elected, വേറെ ആരെയോ. We have got to tell the Indian government. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അത് FFI പ്രയോറിറ്റി സമ്മിറ്റിൽ, സൗദി അറേബ്യ സർക്കാരിന്റെ സമ്മിറ്റിൽ മിയാമിയിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം ഇത് പറയുന്നത്. അപ്പോൾ ജോ ബൈഡൻ ഭരണകൂടത്തിനെതിരെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വന്ന ട്രംപ് ഭരണകൂടത്തിന്റെ തലവനായ ട്രംപ് തന്നെ നടത്തിയ പ്രസ്താവനയാണ്. ഇത് നമ്മൾ ഒരു വിടുവായത്തമായി കണക്കാക്കണ്ട. കാരണം ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഒരു വിദേശ മണ്ണിൽ വേറൊരു വിദേശ രാജ്യം നടത്തിയ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. അപ്പോ ഇതിനെ ആണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. പൈസ ഏതാണ്ട് 6000 ചില്ലുവാനം കോടി രൂപ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ 64% ഇന്ത്യയിലെ ആരോഗ്യ മേഖലയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ബാക്കി പൈസയാണ് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പിലെ വോട്ട് ടേൺ ഔട്ട്, അതായത് പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെലവാക്കിയെന്നാണ്. ഇത് ആർക്കൊക്കെയാണ് കിട്ടിയത്, ഇത് എങ്ങനെയാണ് ചെലവാക്കിയെന്നുള്ളതൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അതിനെപ്പറ്റി ഇനി അന്വേഷണമൊക്കെ നടത്തി അത് പുറത്തു വരണം. ട്രംപ് പറഞ്ഞത് ഞങ്ങൾ ഇത് ഇന്ത്യ ഗവൺമെന്റിനോട് പറയാൻ പോവുകയാണ്. അപ്പൊ അവര് അത് വായിലുന്ന കൊണ്ട് പറഞ്ഞാൽ പോരാ, കൃത്യമായ രേഖയോടുകൂടി പറയണം. മാത്രമല്ല അത് ഏത് ചാനലിലൂടെയാണ് വന്നത് എന്നും അമേരിക്ക ഏത് രീതിയിലാണ് അമേരിക്കൻ ഗവൺമെന്റ് ആ പൈസ ഇന്ത്യയിലേക്ക് കൊടുത്തതെന്നോ ആർക്കാ കൊടുത്തതെന്നൊക്കെ അവിടുത്തെ സർക്കാരിന് കണക്കുണ്ടാവും. അപ്പൊ അത് പുതിയ സർക്കാർ പുറത്തുവിടുമ്പോഴേ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഏതായാലും 6000 ചില്ലുവാനം കോടി രൂപ പല ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലേക്ക് ബൈഡൻ ഭരണകൂടം കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു വലിയ സംഖ്യ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടി കൊടുത്തു? രാജ്യത്തെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തിനാണ് അമേരിക്ക ഫണ്ട് നൽകേണ്ടത്? സ്വാഭാവികമായി വരുന്നൊരു ചോദ്യമല്ലേ? അതെ, ഇതില് ഒരു ചോദ്യമല്ല, 1000 ചോദ്യങ്ങൾ വരാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പൊ താങ്കൾ ചോദിച്ചത്. അപ്പൊ ഇത് ഒരു വിഷയമാണ്. ഇനി ഇതിന്റെ പിന്നിൽ പക്ഷപ്പം അമിത് മാളവ്യ ഇന്ന് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് BJP പറഞ്ഞു എന്ന രീതിയിൽ ഇത് വ്യാഖ്യാനിക്കപ്പെടും. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 2023 മാർച്ച് മാസത്തിൽ രാഹുൽ ഗാന്ധി വിദേശ രാജ്യത്ത് പോയി, ലണ്ടനിൽ പോയി അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗം ഇതാണ്: The surprising thing is that so-called defenders of democracy, which are the United States and European countries, seems to be just oblivious that a huge chunk of democratic model has come undone, which is a real problem. The opposition is fighting the battle, and it's not just an Indian battle, it's actually a much more important battle. ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്. എന്താ ഇതിന്റെ അർത്ഥം? എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന്റെ സംരക്ഷകർ എന്ന് പറയുന്ന അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. എന്ത്? വലിയ ഒരു ജനാധിപത്യത്തിന്റെ വലിയ ഒരു ഭാഗം, അത് ഇന്ത്യ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്, ഒരു മാതൃക, അതിനെ ഇല്ലാതാക്കിയിരിക്കുന്നു. ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ വലിയ മാതൃക, ഭാരതം എന്ന ജനാധിപത്യത്തിന്റെ വലിയ മാതൃകയെ ഇല്ലാതാക്കിയിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ പ്രശ്നം. ഇവിടത്തെ പ്രതിപക്ഷം ഒരു ഇന്ത്യൻ യുദ്ധമല്ല നടത്തുന്നത്, അതിലും അപ്പുറം വലിയ ഒരു യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ ഈ ലണ്ടനിൽ പോയി പറയേണ്ട വല്ല ആവശ്യം? ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാണ്ടാക്കി. ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാണ്ടായിട്ടാണോ രാഹുൽ ഗാന്ധിക്ക് 99 സീറ്റ് കിട്ടിയത്? ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാണ്ടായിട്ടാണോ ജമ്മു കാശ്മീരിൽ ഇന്ത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നത്? ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാണ്ടാക്കിയിട്ടാണോ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നത്? ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാതാക്കിയിട്ടാണോ കേരളത്തിൽ 18 സീറ്റും UDF കിട്ടിയത്? തമിഴ്നാട്ടിൽ 39 ഇന്ത്യ സഖ്യത്തിന് കിട്ടിയത്? മഹാരാഷ്ട്രയിൽ ഭൂരിപക്ഷം സീറ്റും കിട്ടിയില്ലേ? രാജസ്ഥാനിൽ 9 സീറ്റ് കിട്ടിയില്ലേ? ഉത്തർപ്രദേശിൽ BJPയേക്കാൾ സീറ്റ് ഇന്ത്യ മുന്നണിക്ക് കിട്ടിയില്ല, 43 സീറ്റ് കിട്ടിയില്ലേ? അപ്പൊ അത് ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാണ്ടാക്കിയിട്ടാണോ?
അപ്പോ വിദേശ രാജ്യത്ത് പോയി 2023 മാർച്ച് മാസം ഇന്ത്യയിലെ ജനാധിപത്യം ഇല്ലാണ്ടാക്കിയിരിക്കുന്നു. ഇത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അതാ ജനാധിപത്യത്തിന്റെ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇതിന് കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇതാണ് വിഷമം. അപ്പൊ അത്തരം ഒരു പ്രസ്താവനയിലൂടെ പശ്ചാത്തലമൊരുക്കി അല്ലേ? അല്ല, അത് കൂട്ടി വായിച്ചിട്ടുണ്ട് ഇന്നിപ്പോ അഭിത്ത് മാളവ്യ. കാരണം അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോഴത്തെ ഈ ആരോപണത്തെ കാണുന്നത്. കാരണം വിദേശ രാജ്യത്ത് പോയി നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ ആൾക്കാരെ ക്ഷണിക്കുകയാണ്. പിന്നെ അവര് പൈസ ഇറക്കിയാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവര് പൈസ ഇറക്കി, ഇയാൾ പോയി ക്ഷണിച്ചിട്ടാണ് അവര് പൈസ ഇറക്കി എന്നല്ല. നമ്മൾ അങ്ങനത്തെ വേണ്ടാത്ത വർത്താനം പറയുമ്പോൾ ബാക്കിയുള്ളവർ എന്താ ചിന്തിക്കുക? ഇവിടെ കുഴപ്പങ്ങളുണ്ട്, ഇവിടെ നമ്മൾക്ക് ഇറങ്ങി കളിക്കാം, ഇവിടെ അനൈക്യമുണ്ട്, ഭാരതത്തിൽ അനൈക്യമുണ്ട്, പ്രതിപക്ഷവും സർക്കാരും തമ്മിൽ അവരുടെ അന്തർദേശീയ വിഷയങ്ങളിൽ വരെ അനൈക്യമുണ്ട്, അവരുടെ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ വരെ അനൈക്യമുണ്ട്. അപ്പോഴാണല്ലോ വേറെ രാജ്യത്തിന് ഇടപെടാൻ തോന്നുക. അതാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ വലിയ പൈസ അമേരിക്ക ഇറക്കിയിട്ടുണ്ട്. അത് ഇറക്കിയിട്ടില്ല എന്നൊന്നും പറയണ്ട. ഇന്നിപ്പോ ഞാൻ വെച്ച് നോക്കി, ഇന്ത്യ ടുഡേയിൽ ഇന്ത്യ ടുഡേ ചാനൽ ഇപ്പൊ ചർച്ച ചെയ്താണ്, റിപ്പബ്ലിക് ചാനലിലും ചർച്ച ചെയ്താണ്. അപ്പൊ റിപ്പബ്ലിക് ചാനൽ പറയുന്നത് ഒരു ശ്രമം നടക്കുന്നുണ്ട്, ഇത് ഡൽഹിയിലേക്കല്ല ഡാക്കയിലേക്കാണ് പോയത്. അതൊക്കെ കളവാണ്, ഡൽഹിയിലേക്ക് തന്നെയാ വന്നിരിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലേക്കല്ല ബംഗ്ലാദേശിലേക്കാണ് ഈ ഫണ്ട് പോയത്. അതല്ല, മാത്രല്ല നമ്മുടെ രാജ്ദീപ് സർദേശായിക്കും ഇരിക്കപ്പുറതിയില്ല, അദ്ദേഹം നിലവിളിച്ചുകൊണ്ടിരിക്കുക. അല്ല, രാജീവ് സർദേശായിക്ക് മാത്രമല്ല, കേരളത്തിലെ സർദേശായിമാർക്കും ഉണ്ട് പ്രശ്നം. അതിപ്പോ നമ്മൾ ആരെ പേര് പറയുന്നത് ശരിയില്ല. അപ്പൊ ഞാൻ ട്രംപിന്റെ വാക്ക് ഒന്നും കൂടി വായിക്കാം. വൈ ഡു വി നീഡ് ടു സ്പെൻഡ് $21 million ഓൺ വോട്ടർ ടേൺ ഔട്ട് ഇൻ ഇന്ത്യ? അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ടേൺ ഔട്ടിന് വേണ്ടി നമ്മുടെ രാജ്യം എന്തിന് $21 million ചെലവഴിക്കുന്നു എന്നാ ചോദിക്കുന്നത്. ബംഗ്ലാദേശ് അല്ല. അപ്പൊ ഡാക്കയിലേക്കല്ല പൈസ പോയിരിക്കുന്നത്, ഡൽഹിയിലേക്കാണ് പൈസ പോയിരിക്കുന്നത്. അപ്പോ ഇത് ഗുരുതരമായ ഫണ്ട് കിട്ടിയവന്മാരായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകാൻ ഇങ്ങനെ വെമ്പി നിൽക്കുന്നത്. അല്ല, അച്ഛൻ പത്തായത്തിലില്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അനിൽ നമ്പ്യാർക്ക് ഇത് ഇന്ത്യയിലേക്കല്ല ഡാക്കയിലേക്കാണ് പോയതെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം അനിൽ നമ്പ്യാർക്ക് ഒരു ചായ പൈസ പോലും ഇതിൽ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അഥവാ അനിൽ നമ്പ്യാർക്ക് ഒരു ചായ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അനിൽ നമ്പ്യാർ എന്ത് പറയും? ഇത് ഡാക്കയിലേക്കാണെന്ന് പറയും. അപ്പൊ ഇത് പറയുന്നവർക്കൊക്കെ ബേജാറുണ്ടെന്ന്, ആർക്കൊക്കെയോ കിട്ടിയിട്ടുണ്ടെന്ന്. ചായ പൈസ കിട്ടാത്തവൻ എന്താ പേടിക്കാൻ? മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ ഈ ഡാക്കയിലേക്കാണ് ഇത് നോൺസെൻസ് ആണ് എന്ന് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. നോൺസെൻസ് ആണ്. നിങ്ങൾ എന്തിനാ ബേജാറാവുന്നത്? അത് സെൻസോ നോൺസെൻസോ ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാ കയറി അച്ഛൻ പത്തായത്തിലില്ല എന്ന് പറയാൻ പോകുന്നത്? അപ്പോ ഇത് അന്വേഷണം വരും, അതിൽ തർക്കമില്ല. അമേരിക്ക കൂടുതൽ തെളിവുകൾ പുറത്തുവിടും, ഭാരത സർക്കാർ നൽകും എന്നാണ്. വി ആർ ഗോയിങ് ടു ടെൽ ഇന്ത്യൻ ഗവൺമെന്റ്. ഇത് ഞങ്ങൾ ഇന്ത്യ ഗവൺമെന്റിനോട് പറയാൻ പോകാന്നാണ് പറഞ്ഞത്. പറയട്ടെ, തെളിവുകൾ വരട്ടെ, അന്വേഷണം നടക്കട്ടെ, ആ കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് തീരുമാനിക്കാം. ഏതായാലും കാര്യങ്ങൾ കുഴപ്പത്തിലേക്കാണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. എന്തായാലും ഈ ഫണ്ട് കൈപ്പറ്റിയ ഏകദേശം 80-ൽ പരം മാധ്യമ പ്രവർത്തകരിൽ 10 പേർ കേരളത്തിൽ നിന്നാണ് കേട്ടോ. നമുക്ക് അഭിമാനിക്കാം. അതും നമ്മുടെ പിണറായി ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീ ശാക്തീകരണം ഉണ്ടല്ലോ, സ്ത്രീകളാണ്. ആയിക്കോട്ടെ, അത് നല്ല കാര്യമാണ്. അപ്പോ പൈസയുടെ കാര്യത്തിൽ ആണും പെണ്ണും ഒന്നും ഇല്ലാന്ന്. ജയലളിതയുടെ പേരിൽ എത്ര കോടിക്കണക്കിന് രൂപേന്റെ അഴിമതി ആരോപണം വന്നു. അപ്പൊ അത് സ്ത്രീയും പുരുഷനൊന്നുമില്ല. പൈസ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൈസയോടുള്ള ആർത്തി, ഭൗതിക സുഖങ്ങളുടെ ആർത്തിയിൽ സ്ത്രീകളും പുരുഷന്മാരും എന്ന വിവേചനമൊന്നുമില്ല. അതിലൊക്കെ എല്ലാവരും ഒരേപോലെയാണ്. ആ കാര്യത്തിലൊക്കെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ സമന്മാരാണ്. നമ്മൾ അങ്ങനെ അതിൽ ലിംഗ സമത്വമൊക്കെ ഉണ്ട് ആ കാര്യത്തില്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ, ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കാൻ, ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഇടപെടാൻ പണ്ട് നമ്മൾ ക്രയോജനിക് എഞ്ചിനുകൾ വികസിപ്പിക്കുന്നു എന്ന തെറ്റിദ്ധാരണ പുറത്ത്, അത് പിന്നീട് നമ്പിനാരായണൻ പറഞ്ഞു. ആ ധാരണ തെറ്റായിരുന്നു. ഇന്ത്യ 1994-ൽ ക്രയോജനിക് എഞ്ചിനുകൾ വികസിപ്പിക്കാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. 2008-ലോ 2010-ലോ അങ്ങനെയാണ് നമ്മൾ ആ പണി തുടങ്ങിയത്. അപ്പൊ ഇന്ത്യ ചിന്തിക്കാത്തൊരു കാര്യം ഇന്ത്യ ചെയ്യുന്നുണ്ട് എന്ന് പേടിച്ചിട്ട്, ഇന്ത്യ അതൊക്കെ ചെയ്യുന്നത് അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിട്ടാണ് ആ കാര്യം അവർ അന്ന് ചെയ്തത്.
അതുപോലെ നമ്മുടെ ജനാധിപത്യത്തെ തകർക്കുകയാണ് BJP എന്ന് ചില ആൾക്കാർ അവിടെ വിദേശത്ത് പോയി പറഞ്ഞപ്പോൾ, എന്നാൽ ഞങ്ങൾ അങ്ങ് സഹായിച്ചു കളയാം, രക്ഷിച്ചു കളയാം എന്ന് പറഞ്ഞ് വലിയ പൈസ ഇറക്കിയതാണ് ഇപ്പോ അമേരിക്കൻ ഭരണകൂടം ചെയ്തത്. അത് വലിയ വിനയാവാൻ പോവാണ്. കൊടുത്ത അമേരിക്കയ്ക്ക് പിന്നെ എന്താ വെച്ചാൽ ഭരണകൂടം മാറിയപ്പോ പുതിയ ഭരണാധികാരി അത് വിളിച്ചു പറഞ്ഞു. ഇത് വാങ്ങിയ ആളുകൾ ഇപ്പൊ ഇന്ത്യയിലുണ്ട്, അവർക്ക് ബേജാറുണ്ട്, കാര്യങ്ങൾ കുഴപ്പത്തിലേക്കാണ് പോകുന്നത്. അല്ല, അഡ്വക്കേറ്റ് സി പത്മനാഭൻ, നേരത്തെ തന്നെ നമുക്കറിയാലോ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ് എത്രത്തോളം കോൺഗ്രസുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു, സോറോസ്, രാഹുൽ, ആ ബന്ധം അതെല്ലാം പുറത്ത് വന്നതല്ലേ അല്ലേ? അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ ട്രംപിൻ്റെ ഈ ഒരു പരാമർശം കൂടെ വരികയാണെങ്കിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പ്രധാനമന്ത്രി കസേരയിൽ എങ്ങനെയെങ്കിലും കയറിയിരിക്കണമെന്ന ആഗ്രഹവുമായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. സ്വാഭാവികമായി വിദേശ രാജ്യങ്ങളിൽ പോയി ഭാരതവിരുദ്ധ പരാമർശങ്ങൾ നടത്തുക. നേരത്തെ താങ്കൾ കൃത്യമായിട്ടത് പറയുകയും ചെയ്തു. ഇവിടെ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുകയാണ് എന്ന് US-ലും UK-യിലും പോയി പരാമർശം നടത്തിയ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർത്തീകരിക്കാൻ എങ്ങനെയെങ്കിലും ഇത്തരത്തിൽ വിദേശ ഫണ്ട് സമാഹരിക്കുക, അത് അദ്ദേഹം ഒറ്റയ്ക്ക് അതിന് ശ്രമിച്ചാൽ പോരല്ലോ. അതിന് മാധ്യമങ്ങളുടെ സഹായ സഹകരണങ്ങൾ, നിർലോഭമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ അത് ഉറപ്പാക്കുക. കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം നടന്നു എന്ന് തന്നെ പറയാലോ. അല്ല, അതല്ലേ ഇത്തവണത്തെ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ കാരണം ബഹളമുണ്ടാവാത്ത ഒരു പാർലമെന്റ് സമ്മേളനമാണ് ഇത്. കഴിഞ്ഞ കുറെ കാലമായി നടന്നു വന്നത് അതാണ്. ഈ രാജ്യത്ത് പാർലമെന്റിന്റെ വിന്റർ സെഷനോ ബഡ്ജറ്റ് സെഷനോ മൺസൂൺ സെഷനോ തുടങ്ങുന്നതിന്റെ അതിന്റെ തലേന്നോ വിദേശത്തൊരു വാർത്ത വരും. ഇന്ത്യൻ ഓഹരി കമ്പോളത്തിൽ അഴിമതി, റിലയൻസിന്റെ ഓഹരി വില വ്യാജമായി ഇരട്ടിച്ച് കാണിച്ചു, അതല്ലെങ്കിൽ ഇവിടെ മോഡി 20,000 കോടി രൂപയുടെ അന്യായമായ ലാഭം അംബാനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ എന്തെങ്കിലും കള്ള വാർത്ത വരും. ഈ വാർത്തയ്ക്ക് പിന്നിൽ ആ അമേരിക്കൻ യഹൂദനാണ്, ആ ജോർജ് സോറാസ് എന്ന് പറയുന്ന അമേരിക്കൻ യഹൂദനാണ്. അയാളുടെ കമ്പനിയാണ് ഈ ഹിൻഡർബർഗ് എന്ന് പറയുന്ന, ആകെ 5 സ്റ്റാഫുള്ള ഒരു ഉഡായിപ്പ് പരിപാടിയാണ് ഈ ഹിൻഡർബർഗ്. ഇവരെ അത് പുറത്തുവിടും. എന്നിട്ട് അതിന്റെ പേരിൽ അത് ഏറ്റുപിടിച്ച് കമ്മ്യൂണിസ്റ്റുകാരായ MP-മാർ വരെ പാർലമെന്റിൽ മേശപ്പുറത്ത് കയറി നിന്ന് ബഹളം വെക്കും. എന്നിട്ട് പാർലമെന്റ് സ്തംഭിപ്പിക്കും. ഒരു തവണ ഇസ്രയേലി ചാര ആപ്പായ പെഗാസിസ് ഉപയോഗിച്ച് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും പത്രമാധ്യമങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഫോൺ ചോർത്തുന്നു എന്ന് പറഞ്ഞിട്ട് ആ ബഹളം. അതിന്റെ പേരിൽ എന്തൊക്കെ ബഹളം ഉണ്ടായി. അവസാനം സുപ്രീം കോടതി പോയപ്പോൾ ഒരാളെങ്കിലും, ഈ ബഹളം വെച്ച ഒരു രാഷ്ട്രീയ നേതാവോ ഒരു മാധ്യമ പ്രവർത്തകനോ എങ്കിലും തന്റെ ഫോണ് പരിശോധനയ്ക്കായി ഏജൻസികൾക്ക് വിട്ടുകൊടുത്തോ? ഇല്ലല്ലോ. അപ്പോൾ രാജ്യത്തിലെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പറ്റി, നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ പറ്റി, നമ്മുടെ ആഭ്യന്തര സുരക്ഷയെ പറ്റി വിദേശ മാധ്യമങ്ങളിൽ വ്യാജ വാർത്ത വരുന്നു. പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് 2 ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു 3 ദിവസം മുന്നേ. അതിന്റെ പേരിൽ പാർലമെന്റ് ബഹളമുണ്ട്. പെഗാസിസ് എന്തായി? ഹിൻഡർബർഗ് എന്തായി? ഒന്നുമായില്ല. എന്നിട്ട് ആ പാർലമെന്റ് സമ്മേളനം മുഴുവൻ ബഹളം വെച്ച് പോക്കുക. ഇതായിരുന്നല്ലോ നടന്നത്. ഇപ്പൊ അത് നടക്കുന്നില്ല. കാരണം മോഡി വീണ്ടും വന്നു, 3ാമതും വന്നു. ഹരിയാനയിൽ തോറ്റു, മഹാരാഷ്ട്രയിൽ 8 നില പൊട്ടി, ഡൽഹി വട്ടപൂജ്യമായി. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയിട്ട് പറഞ്ഞത്, ഞാൻ തോറ്റാൽ ഇനിയും ജയിലിൽ പോകേണ്ടി വരുന്നു. അപ്പൊ ജനങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ചു, നീ വീണ്ടും കിടന്നു എന്ന് പറഞ്ഞു. അയാൾ ഇനിയും കിടക്കുന്ന ലക്ഷണമാണ്. അപ്പോൾ ഇതൊക്കെ രാജ്യത്ത് സംഭവിച്ചത് ഈ പറയുന്ന പ്രതിപക്ഷം ഏറ്റുപിടിച്ചിട്ടാണ്. അതാണ് ഇത്തവണ നരേന്ദ്രമോദി പറഞ്ഞത്. ഇത്തവണത്തെ പാർലമെന്റ് സമ്മേളനത്തിന്റെ പ്രത്യേകത വിദേശ പത്രങ്ങളിലോ അല്ലെങ്കിൽ വിദേശത്തു നിന്നും വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള ബഹളവും ഇല്ലാത്ത ഒരു പാർലമെന്റ് സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതില് മോഡി എല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതൊന്നും മനസ്സിലാവേണ്ട ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇത് എന്താണ് ഉദ്ദേശമെന്നും ആരാണ് ഇതിന്റെ പിന്നിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, US ഇടപെട്ടുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതത്തിൽ മറ്റൊരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചു എന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയാണല്ലോ ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇപ്പോൾ BJP അത് ഏറ്റെടുത്തിരിക്കുകയാണ്. കോൺഗ്രസും ചില മാധ്യമപ്രവർത്തകരും വിദേശ പണം കൈപ്പറ്റി രാജ്യ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന ആരോപണം BJP ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്.
ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, വിദേശകാര്യ മന്ത്രാലയം ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കും. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ബൈഡൻ്റെ ഭരണകാലത്ത് US ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് കോടിക്കണക്കിന് രൂപ ഭാരതത്തിലേക്ക് നൽകി എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്താൻ മാത്രം $21 മില്യൺ US എയ്ഡ് വിനിയോഗിച്ചത്. ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് 10 മലയാളികൾ ഉൾപ്പെടെ 86 മാധ്യമപ്രവർത്തകർക്കും പണം ലഭിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ പലരും പറയുന്നത് ട്രംപിൻ്റെ പരാമർശങ്ങളെ വിശ്വാസത്തിലെടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഹീ ഈസ് ഓൾവേസ് റിസോർട്ടിംഗ് ടു എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് ഏതോ ഒരു ചാനലിൽ അമേരിക്കയിലുള്ള ഒരാൾ പറയുന്നതും കേട്ടു. അങ്ങനെ ട്രംപിനെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ശ്രീ അനിൽ, ഞാൻ ഇപ്പോൾ പരാമർശിച്ച ചാനൽ ചർച്ചയിൽ ഞാനും ഇരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രംപ് എന്ന വ്യക്തിയെ നമ്മൾ വേറിട്ട് കാണണം. അതേസമയം ട്രംപ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിനെ അതിൻ്റേതായ സമഗ്രതയിൽ കണ്ടെങ്കിലേ പറ്റൂ. കാരണം ഇലോൺ മസ്ക് എന്ന ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാൻ, അല്ലെങ്കിൽ ഡോഡ്ജ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി, ആ ഒരു ഗവൺമെൻറ് എഫിഷ്യൻസി കൂട്ടുന്നതിൻ്റെ ഭാഗമായി പരമ്പരാഗതമായ ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി USAID എന്ന രൂപത്തിൽ കോടിക്കണക്കിന് ഡോളറാണ്, ദശലക്ഷക്കണക്കിന് ഡോളേഴ്സാണ് പല രാജ്യങ്ങളിലും ചെലവഴിച്ചിരുന്നത്. അതിൻ്റെ ഒരു നല്ല പങ്ക് ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം, രോഗ അവസ്ഥയെ നേരിടുന്നത്, പ്രതിരോധ മരുന്നുകളുടെ വിതരണം എന്നുവേണ്ട സമഗ്ര മേഖലകളിലും മൂന്നാം ലോക രാജ്യങ്ങളുടെ മനസ്സുകളെ സ്വാധീനിക്കുന്ന രീതിയിൽ അമേരിക്ക ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ആത്യന്തികമായി ഭരണകൂടങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കുക, ജനങ്ങളുടെ മനസ്സിനെ അമേരിക്ക അനുകൂലമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു രീതിയുണ്ട്. അതിൽ ഒരു ഡയമെൻഷൻ മാത്രമാണ് ഡെമോക്രാറ്റൈസേഷൻ ഓഫ് ദ വേൾഡ്. അത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ ഒരു നയമായി വന്നതാണ് മെയ്ക്ക് ദ വേൾഡ് സേഫ് ഫോർ ഡെമോക്രസി. ലോകത്തെ ജനാധിപത്യവൽക്കരിക്കുക. അതിനുള്ള ചരിത്രപരമായ നിയോഗം തങ്ങളിൽ വന്നു ചേർന്നു എന്ന് ഓരോ അമേരിക്കൻ പ്രസിഡന്റുമാരും വിശ്വസിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി അമേരിക്കയെ വലുതായി നിലനിർത്താൻ, അമേരിക്കയുടെ പ്രതിച്ഛായ ലോകരാജ്യങ്ങളുടെ ഇടയിൽ വളരെ ഗംഭീരമായി നിലനിർത്തുന്നതിന് വേണ്ടി സ്വല്പം പണം ചെലവഴിച്ചാലും സാരമില്ല എന്ന നിലപാടായിരുന്നു അമേരിക്കൻ പൊതു ഖജനാവിൻ്റെ, അല്ലെങ്കിൽ പൊതു സ്പെൻഡിങ്ങിൻ്റെ, ഓരോ വർഷത്തെയും സ്പെൻഡിങ്ങിൻ്റെ 0.6%, അതായത് 0.5%, 1% താഴെ, അത്രയും തുക, അത് വലിയൊരു തുകയാണ്. ആ ഒരു തുക വിദേശ രാജ്യങ്ങളുടെ വ്യവസ്ഥകളെ, അടിസ്ഥാന സൗകര്യങ്ങളെയും സാമൂഹ്യ വ്യവസ്ഥകളെയും എല്ലാം ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടി അതിനെ അമേരിക്ക അനുകൂലമായി തിരിക്കുന്നതിനോട് ഉപയോഗിച്ചിരുന്നു. അതിലെ പല ഏജൻസികളിലൂടെയാണ്. അത് 1961 മുതൽ ഗവൺമെൻറ് നേരിട്ടല്ല, മറിച്ച് ചില ഏജൻസികളിലൂടെയാണ്. അതുകൊണ്ടാണ് USAID എന്നൊരു പ്രോഗ്രാം 1961 ജോൺ എഫ് കെനഡി പ്രസിഡൻ്റായിരുന്ന കാലത്താണ്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നവംബർ 1961 51 മുതലുണ്ട് ആ ഒരു പ്രോഗ്രാം. പക്ഷേ 61 അതിനെ ഒന്ന് റീവാമ്പ് ചെയ്തെടുത്തു. അപ്പോൾ കെനഡിയുടെ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട്, കെനഡിയുടെ ഒരു ടച്ച് ഉണ്ട്. അപ്പോൾ അതിനെ ഒരു സോഫ്റ്റ് പെഡലിംഗ് ആണ്, അതൊരു സോഫ്റ്റ് പവർ ഡിപ്ലോമസിയുടെ ഭാഗമായി USAID അന്ന് മുതൽ ഉപയോഗിച്ചു. അതിന് മുമ്പ് തന്നെ ഈ പദ്ധതി ഉണ്ടായിരുന്നു, ഗവൺമെൻറ് നേരിട്ടായിരുന്നു കൊടുത്തിരുന്നത്. മറ്റ് ഏജൻസികളിലൂടെ റൂട്ട് ചെയ്യാൻ തുടങ്ങി. അതിൽ ഒരു പ്രധാന ഏജൻസിയാണ് ഇലക്ഷനുകളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ സ്ട്രെങ്തനിങ്, അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിലൂടെ ഇന്ത്യക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ $21 മില്യൺ. കടമെടുക്കുകയാണെങ്കിൽ വോട്ടേഴ്സ് ടേൺ ഔട്ടിന് വേണ്ടിയാണ് 21 മില്യൺ അല്ലേ? വോട്ടേഴ്സ് ടേൺ ഔട്ട് എന്ന് പറയുന്നത് ഈ ഡെമോക്രാറ്റിക് പ്രോസസ്സ് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, സമ്പുഷ്ടമാക്കുക. അവിടെയാണ് സംശയത്തിന്റെ മുന, അവിടെയാണ്. അതുവരെ ഒക്കെയാണ്. അതായത് കൊതുക് നിവാരണം, മലമ്പനി, മലേറിയ, അതുപോലെയുള്ള കാര്യങ്ങളുടെ നിവാരണം, അല്ലെങ്കിൽ എയ്ഡ്സിനെ നേരിടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുകയ്ക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ, ഒരു ആഗോള സാമൂഹ്യ പ്രതിബദ്ധതയുടെ രൂപമുണ്ട്. അതേസമയം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതം, ആ ഭാരതത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൂടുതൽ പേര് കടന്നു വന്ന് വോട്ട് ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്താനായി $21 മില്യൺ നൽകുന്നു എന്ന് പറയുമ്പോൾ
അതിന് ഒരു കേവല യുക്തി നമുക്ക് കാണാനാവില്ല. കാരണം ഇന്ത്യ ഒരു ശക്തമായ ജനാധിപത്യ രാജ്യം തന്നെയാണ്. വോട്ട് ടേൺ വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു. അതുമാത്രമല്ല, രാഷ്ട്രീയ കക്ഷികൾ വലിയ തുക ചെലവഴിച്ചുകൊണ്ട് പ്രചരണം നടക്കുന്നു. പരമാവധി പേരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുക, അങ്ങനെ ജനാധിപത്യ സംവിധാനം ശക്തിപ്പെടുത്തുക. അവിടെ എന്തിനാണ് അമേരിക്കൻ സഹായം, സാമ്പത്തിക സഹായം? അവിടെ അതാണ് ചോദ്യം. അപ്പം ഇവിടെ ശ്രീ നമ്പ്യാർ, ഇവിടെ ഉണ്ടാകുന്ന ഒരു ചോദ്യം, ഇത് എന്നത്തെ ഫണ്ടാണ്? ഈ പറയുന്ന $21 മില്യൺ എന്ന് പറയുന്നത് ജോ ബൈഡന്റെ കാലത്ത് എത്തിയത് എന്ന് ധ്വനി ഉണ്ടാകുന്ന രീതിയിലാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു കൺവെൻഷനിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെച്ചത്. അത് ഫ്ലോറിഡയിൽ വെച്ചാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഫ്ലോറിഡയിൽ വെച്ചാണ്. അതിന് മുൻപ് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ്, 2 ദിവസമായി ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ട്രംപിന്റെ ഭാഗത്തു നിന്നല്ല, മറിച്ച് ഇലോൺ മസ്കിന്റെ ഭാഗത്തു നിന്ന് ഈ പറയുന്ന ഡോഡ്ജ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി, അത് നൽകിയ നിർദ്ദേശമെന്ന് പറയുന്നത് ചെലവ് ചുരുക്കുക. 10,000 ജീവനക്കാരിൽ നിന്നും ഈ പറയുന്ന ഇതിനോട് USAIDുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കുള്ള അതിൽ നിന്നും 286 ജീവനക്കാരിലേക്ക് വർക്ക് ഫോഴ്സിനെ ചുരുക്കുക. അതുമാത്രമല്ല, കൊടുക്കുന്ന ഫണ്ട് ഒറ്റയടിക്ക് തന്നെ നിർത്തുക. പല കാര്യങ്ങൾക്കാണ് ഇത്, ജനാധിപത്യവൽക്കരണത്തിനാണ് ഈ ഫണ്ട്. മറ്റ് കാര്യങ്ങൾക്കുള്ള ഫണ്ടും പിൻവലിക്കുക. അത് മാത്രമല്ല, അമേരിക്കയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലെ എക്സ്പോഷർ ഉടനടി പിൻവലിക്കുക. ലോകാരോഗ്യം അമേരിക്കയുടെ വിഷയമല്ല, അത് ഐക്യരാഷ്ട്രസംഘടന നോക്കിക്കോളും. അത് ഏറ്റവും വലിയ ഡോണറായ അമേരിക്ക പിൻവാങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സമഗ്ര മേഖലകളിലും പരമാവധി ചെലവ് ചുരുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു പദ്ധതിയുടെ ഭാഗമായി. ഒറ്റ കാര്യം കൂടി ഒന്ന് ഇടപെട്ടോട്ടെ. അതായത് ഈ ഫണ്ട് മിസ്യൂസ് ചെയ്യുന്നു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഈ ഡോജിൻ്റെ ഫോർമേഷനും, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് വിശദമായിട്ടുള്ളൊരു പരിശോധന നടത്തി ചില യാഥാർത്ഥ്യങ്ങൾ, വസ്തുതകളൊക്കെ ഉൾക്കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഈ മസ്ക് ട്രംപിനെ അത് കൺവേ ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്, അല്ലേ? ഇറ്റ്സ് നോട്ട് എ കാഷ്വൽ റിമാർക്ക്. ഇതിലെ ആശാരിയുടെ പണിക്കുറവും തടിയുടെ ഒരു ലേശം വളവും ഒരുപോലെ ഇൻവോൾവ് ആണെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. കാരണം ഇത് വ്യക്തികളാണ്. ട്രംപ് എന്ന വ്യക്തി, ഈലോൺ മസ്ക് എന്ന വ്യക്തി. ഈലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് പ്രോഗ്രാമിന് എതിരെ കർശനമായി നിന്ന ഒരു വ്യവസ്ഥയാണ് ഈ പറയുന്ന ഫണ്ടുകൾ പലതും. ഇതിൻ്റെ എല്ലാം റൂട്ടിങ്ങിന് ഉപയോഗിച്ച ഏജൻസികൾ പലതും സ്റ്റാർലിങ്കിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു. അങ്ങനെ ഇലോൺ മസ്കിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു, താൻ ഒരു നിലയിലായിക്കഴിഞ്ഞാൽ ഈ സംഭവം ഒന്ന് പൂട്ടിയെടുക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നു. അതുമായി ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അപ്പോൾ അതുമായി അല്ലെങ്കിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അത് പ്രവർത്തിച്ചതാണ് എന്ന് ഒരു വിഭാഗം ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു വിഭാഗം അമേരിക്കയിലുമുണ്ട്. അപ്പോൾ അത് ഒരു വശത്ത്. മറുവശത്ത് ഡൊണാൾഡ് ട്രംപിൻ്റെ പോളിസിയാണ് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റാണ് അമേരിക്കയുടെ ഡീപ്പ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ പൊളിച്ചടുക്കുക. അങ്ങനെയെങ്കിൽ ഇതൊരു പുതിയ അമേരിക്കയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഒന്നാം ഊഴത്തിൽ 16 മുതൽ 20 വരെയുള്ള ഒന്നാം ഊഴത്തിൽ അതിന് സാധ്യമാകുമായിരുന്നില്ല. കാരണം കോൺഗ്രഷണൽ മെജോറിറ്റി അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്ഥിതിഗതികൾ അനുകൂലമാണ്. അങ്ങനെയെങ്കിൽ ഡീപ് സ്റ്റേറ്റ് അമേരിക്ക പ്രവർത്തിക്കുന്നത് ഈ USAID പോലെയുള്ള സമിതികളിലൂടെയാണ്. വരുന്നതിന് മുമ്പ് ഹിൻഡൻബർഗ് പൂട്ടിപ്പോയി, ഇനി സോറോസിനെയും പൂട്ടുക. ഈ ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റിൻ്റെ ഒരു ബെനിഫിഷ്യറിയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാർട്ടിസിപ്പൻ്റാണ്, അദൃശ്യകരമാണ് ജോർജ് സോറോസ്. അതിൽ സംശയമൊന്നുമില്ല. അപ്പം സോറോസിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ പല രാജ്യത്തായി പടർന്നു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യങ്ങൾ, അതിന് അനുരൂപമായ രീതിയിൽ ഗവൺമെൻറ്റുകളെ ക്രമീകരിക്കുന്നതിന് വേണ്ടി ജനകീയ പ്രക്ഷോഭങ്ങൾ ഒരുക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണോ കർഷക സമരം ഉണ്ടായത്? അതിൻ്റെ ഭാഗമായിട്ടാണോ അണ്ണാ ഹസാരയുടെ സമരം ഉണ്ടായത് ഈ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് അവസാന കാലത്ത്? അതുകൊണ്ട് കോൺഗ്രസിന് ഒരു പരിധിവരെ ആശ്വസിക്കാം. കാരണം അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയത് നേരിട്ട് BJPക്ക് പണം കൊടുത്തു എന്ന് ആരോപിക്കാനാവില്ല. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ ഇവിടെ നമ്മുടെ വിവാദമായിട്ടുള്ള ചാരക്കേസ് പോലും പരാമർശിച്ചു. അത് ചാരക്കേസ്. ഇതെല്ലാം തന്നെ അമേരിക്കയുടെ കരങ്ങൾ. ഇതിനകത്ത് ലോകത്തെവിടെ എന്ത് സംഭവിച്ചാലും അതിന് പിന്നിൽ ഒരു അമേരിക്കൻ കരം ആരോപിക്കാവുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. മാറിപ്പോയി. ഡൊണാൾഡ് ട്രംപ് ഈസ് മൈൻഡിങ് ഹിസ് ഓൺ ബിസിനസ് ഇൻ അമേരിക്ക. അതിൻ്റെ ഭാഗമായി ലോകത്തെ ക്രമീകരിച്ചെടുക്കുക. അല്ലാതെ ലോകത്തെ സമസ്ത വിഷയങ്ങളും പരിഹരിക്കുക എന്നത് അമേരിക്കയുടെ നയമല്ല, അല്ലെങ്കിൽ ട്രംപിൻ്റെ നയമല്ല. അതിൻ്റെ ഭാഗമായി വിഡ്രോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണിത്. അപ്പോഴാണ് ട്രംപ് ചില
തുറന്നു പറച്ചിലുകൾ നടത്തുന്നത്. ഈ തുറന്നു പറച്ചിൽ ട്രംപിൻ്റെ ഒരു രീതിയാണ്, സ്വഭാവ വിശേഷമാണെന്ന് കൂട്ടാം. ആ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കൺവെൻഷനിൽ മുൻകാലത്ത് ഡെമോക്രാറ്റുകൾ ചെയ്തത്, ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ കാലത്ത് ചെയ്തത് സർവത്ര അബദ്ധമായി എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇലോൺ മസ്ക് പറഞ്ഞ ഒരു പ്രസ്താവനയെ എടുത്ത് ഒന്നുകൂടി എങ്ങനെ 21 ലക്ഷം അവിടെ ചെലവഴിച്ചു, അതിന്റെ ആവശ്യം എന്താണ്, എന്തിനാണ് ഇത്രയും പണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇന്ത്യയെ അറിയിക്കും, അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാനാണോ, മോദി ഗവൺമെന്റിനെ മറിച്ചിടാൻ വേണ്ടിയാണോ? മറിച്ചിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഇന്ത്യയിലെ പ്രതിപക്ഷമായിരിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ ആ പണം ചെന്നെത്തിയത്, അല്ലെങ്കിൽ അതിന്റെ ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് ലഭിച്ചത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പാർട്ടിക്കും ആണോ എന്ന രീതിയിൽ ട്രംപ് ഒരു സംശയം ഉന്നയിക്കും. സാധാരണഗതിയിൽ ഇതൊരു പൊളിറ്റിക്കലി കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ല. യാതൊരു രീതിയിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് മുൻകാലങ്ങളിൽ നടത്താത്ത രീതിയിലുള്ള ഒരു ബ്ലണ്ട് സ്റ്റേറ്റ്മെൻ്റാണ്. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് സത്യം എന്തെങ്കിലും ഉണ്ടോ? ജോർജ് സോറോസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ കോൺഗ്രസ് പാർട്ടിയുമായി ജോർജ് സോറോസ് ഉണ്ട് എന്ന് അവർ പറയുന്ന, അല്ലെങ്കിൽ അത് കോൺഗ്രസ് അത് നിഷേധിക്കുന്നുണ്ട്. പക്ഷേ BJP എക്കാലത്തും സോറോസിനെയും സോറോസിൻ്റെ ബിസിനസ് ഇൻട്രസ്റ്റിനെയും അത് ഇന്ത്യയിൽ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ചേർത്ത് പറയുന്ന ഒരു പതിവുണ്ട് വർഷങ്ങളായി. അതിനുള്ള സ്ഥിരീകരണം ആണോ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഈ കാര്യം? അതുകൊണ്ട് BJP വലിയ ഉത്സാഹത്തിലാണ്, കോൺഗ്രസ് പ്രതിരോധത്തിലാണ്. പക്ഷേ കോൺഗ്രസ് അതിനെ ആക്രമിക്കുന്നത്, ബാലൻസ് ചെയ്യാനായി ആക്രമിക്കുന്നത്, അങ്ങനെ പറഞ്ഞാൽ ഒരു ദീർഘകാല കണക്കും കൂടെ പറയേണ്ടി വരും. ദീർഘകാല കണക്കനുസരിച്ച് എല്ലാ കാലത്തും ഈ പണം വന്നിട്ടുണ്ട്. ഈ ബൈഡൻ്റെ കാലത്ത് മാത്രമല്ല, മുൻകാലങ്ങളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ BJP സഹായിക്കാനാണോ പണം വന്നത് എന്ന് മറുചോദ്യമായി കോൺഗ്രസ്, ഇപ്പോൾ പവൻ ഖേര കോൺഗ്രസിന് വേണ്ടി, അമിത് മാളവിയ ഒരു ആയുധം മാത്രമേ കോൺഗ്രസിന് പ്രയോഗിക്കാൻ പറ്റൂ. ഒരു കാര്യം പ്രൊഫസർ റോണി എടുത്ത്, പ്രൊഫസർ റോണി സത്യമേ പറയാവൂ, സത്യം മാത്രമേ പറയാവൂ. കോൺഗ്രസിന് എത്ര ഫണ്ട് കിട്ടി? ഏതൊക്കെയാലും ഈ അമിത് മാളവിയുടെ ഒരു പ്രസ്താവന വെച്ചാണല്ലോ നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ ചർച്ച നടത്തുന്നത്. അമിത് മാളവിയുടെ പ്രസ്താവനയ്ക്ക് അല്ല 24 മണിക്കൂർ പോലും അല്ല, പരാമർശം നടത്തിയത് US പ്രസിഡന്റാണ്, അത് മറക്കരുത്. അമിത് മാളവിയയിൽ ഒതുക്കരുത്. അല്ല, US പ്രസിഡന്റ് കോൺഗ്രസ് കാശ് മേടിച്ചു അത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു മോദിക്ക് പകരം ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞല്ലോ അല്ലേ? ഇപ്പൊ ഈ ഇപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഫണ്ട് ഇപ്പോൾ കോൺഗ്രസ് ആണ് ഈ ഫണ്ട് സ്വീകരിച്ചിരുന്നത് ആണെങ്കിൽ, ഞാൻ ഇപ്പൊ അങ്ങയുടെ വാദത്തെ ശരിവെച്ചോണ്ട് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രിയും ഇന്ത്യക്ക് ഒരു ആഭ്യന്തരമന്ത്രിയും ഇതിനെല്ലാം മുകളില് അജിത് ഡോവൽ എന്ന് പറയുന്ന ഒരു നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും നിങ്ങളുടെ മുഴുവൻ സംവിധാനം കൊണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഈ പറയുന്ന നാഷണൽ ഹെറാൾഡ് കേസിൽ ഏതാണ്ട് ഇച്ചിരി പണം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെ ഒക്കെ പിടിച്ച് നിങ്ങൾ കുറെ ചോദ്യം ചെയ്തല്ലോ. എന്താ ഇതുവരെ നിങ്ങളുടെ ഭരണകൂടവും നിങ്ങളുടെ ഗവൺമെന്റും ഒന്ന് അനങ്ങുകയും ചെയ്യായിരുന്നത്? ഒരു പ്രസ്താവന. പ്രൊഫസർ റോണി, അവിടെയാണ് മിടുക്ക്. ലെജിറ്റിമേറ്റ് സോഴ്സസ് ആണ് എന്ന് വരുത്തി തീർക്കുന്ന ചില ശ്രമങ്ങളൊക്കെ നടന്നല്ലോ. ഏതൊക്കെയാലും വളരെ ദയനീയതയുണ്ട് കേട്ടോ. ഇന്ത്യ, ഇത്ര ശക്തരായ ഇന്ത്യ, പവർഫുൾ ആയിട്ടുള്ള ഇന്ത്യ ഗവൺമെന്റ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിന് വേണ്ടി ലെജിറ്റിമേറ്റ് സോഴ്സായി കാത്തിരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ ദയനീയതയുണ്ട്. ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ആണോ ഇന്ത്യ ഗവൺമെന്റിന്റെ ഉള്ള ഈ പറയുന്ന പിന്നെ ഇൻഫോർമേഷൻ നൽകേണ്ട ആള്, വിവരങ്ങൾ നൽകേണ്ട? വളരെ കൃത്യമല്ല. എന്താ വലിയൊരു ക്ഷീണം ഈ ഗവൺമെന്റിന് ഉണ്ടായി. അത് ഇപ്പം അങ്ങനോട് ചോദിച്ചു, സത്യം മാത്രമേ പറയാവുള്ളൂ, സത്യം മാത്രം അങ്ങോട്ട് പറയാം. ഇന്ത്യ ഗവൺമെന്റിന് വലിയൊരു ക്ഷീണം ഉണ്ടായി. കാരണം നമ്മുടെ പൗരന്മാരെ ഇതുപോലെ മോശമായ അവസ്ഥയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഒരു തവണ കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി അങ്ങനെ ഉണ്ടാവില്ല, ഇനി അമേരിക്ക ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ രണ്ടാമതും വന്നു, മൂന്നാമതും വന്നു. ഇപ്പോൾ കേൾക്കുന്നത് നമ്മുടെ കുറെ പൗരന്മാരെ പനാമയ്ക്ക് വിട്ടെന്നാണ് കേൾക്കുന്നത്. ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് 500 ആൾക്കാരെ പനാമയിലേക്ക് നാട് കടത്തിയിട്ടുണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് ഇതുപോലെ കൊണ്ടുവരാനായിട്ട്. അപ്പൊ നമുക്കൊരു ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ രാഷ്ട്രീയമായിട്ടൊന്നും പറയുന്നില്ല, ഞാൻ BJPയെ വിമർശിക്കാനും പറയുന്നില്ല. അത് രാജ്യത്തെ 142 കോടി ജനങ്ങൾക്കും അതിന്റെ അകത്ത് ഒരു ക്ഷീണം ഉണ്ടായിട്ടുണ്ട്, ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു പരിഹാരം തേടി ഇങ്ങനെ അമിത് മാളവിയ ഇങ്ങനെ നടന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പെട്ടെന്ന് എവിടുന്നോ എന്തൊക്കെയോ കുറെ പരാമർശങ്ങൾ കിട്ടുന്നത്. ഞാനിപ്പോ ഒരു കാര്യം കൃത്യമായി ചോദിച്ചോട്ടെ, ഈ പറയുന്ന ഏതൊരു ഡോക്യുമെന്റില് കോൺഗ്രസ് ഫണ്ട് മേടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് കൃത്യമായി മറുപടി പറയാം. ഞാൻ തിരിച്ചങ്ങോട്ട് ചോദ്യം ചോദിക്കാം. 2016 മുതൽ 2025 വരെ പ്രൊഫസർ റോണി ഒറ്റ കാര്യം, ജനാധിപത്യ പ്രക്രിയ സമ്പുഷ്ടമാക്കാൻ വേണ്ടി $21 മില്യൺ. നോക്കൂ, ഭാരതത്തിൽ ജനാധിപത്യം മരിച്ചു, ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടു എന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി പ്രസംഗിച്ചത് ആരാ? അല്ല, ഞാൻ പറഞ്ഞു ഞങ്ങൾ പൈസ നിങ്ങൾ തെളിവ് തന്നേ, നിങ്ങൾ പറ. ഭാരതത്തെ വിദേശ രാഷ്ട്രങ്ങളിൽ പോയി ഇകഴ്ത്തി കാണിക്കാൻ
ഒരുമ്പെട്ടിറങ്ങിയത് ഏത് നേതാവാ? അല്ല അല്ല അങ്ങനെയെങ്കിലും ഉണ്ടല്ലോ. ഞാൻ വളരെ ബഹുമാനത്തോടെ തന്നെ പറയട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ മോദി 2014 ഞാൻ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് പറയാം, അദ്ദേഹം പോയി സിംഗപ്പൂരോ ജപ്പാനിലോ എങ്ങോട്ട് എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ജനിച്ചു പോയി എന്നതിന് പേരിൽ ലജ്ജിച്ച് തലതാഴ്ത്തി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് ഇന്ത്യ അപമാനിച്ചത് ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദിയാണല്ലോ. അപ്പൊ അവർക്ക് മാത്രം ഈ രാജ്യത്തെ അറിയുന്നത് കേൾക്കുന്നത് അങ്ങേക്ക് ഇപ്പം കൃത്യമായി 2014 കൃത്യമായി ഡേറ്റ് ഞാനിപ്പോൾ എടുത്ത് അങ്ങേക്ക് തരാം. അദ്ദേഹത്തിന്റെ പിന്നെ കിഴക്കൻ ഏഷ്യയിലേക്ക് നടത്തിയ അദ്ദേഹത്തിന്റെ പര്യടനം, അത് വിയറ്റ്നാമാണോ ജപ്പാനാണോ ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, അവിടെ ടോക്കിയോയിലാണെന്ന് തോന്നുന്നു. കൃത്യമായി അദ്ദേഹം പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ ലജ്ജിച്ച് തലതാഴ്ത്തി ഇന്ത്യയിലാണല്ലോ ജനിച്ചു എന്നതിന് പേര് ലജ്ജിച്ച് തലതാഴ്ത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദിയാണ്. രാഹുൽ ഗാന്ധി അഡ്വക്കേറ്റ് ശ്രീപത്മനാഭനിലോട് പോയിക്കോട്ടെ. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, അതിലൊരു ക്ലാരിഫിക്കേഷൻ വേണം. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ നരേന്ദ്രമോദിയുണ്ട്, അമിത്ഷായുണ്ട്, അജിത് ഡോവലുണ്ട്. എന്തുകൊണ്ട് അവർക്കൊന്നും ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അല്ല, ആദ്യം പറഞ്ഞ സംഗതി ഒരുപാട് ചർച്ചകളിൽ കോൺഗ്രസിന്റെ വക്താക്കൾ പറഞ്ഞിരുന്നു. ഞാനത് തെരഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് 1.5 കൊല്ലമായി. എനിക്കിതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. അതായത് കൃത്യമായി പറഞ്ഞാൽ 2023 രാഹുൽ ഗാന്ധിയുടെ ലണ്ടൻ പ്രസ്താവനയ്ക്ക് അത് ചർച്ചയായി തുടങ്ങിയ സമയത്ത് ഒരു ദിവസം ഒരു മാധ്യമത്തിൽ ഒരു തർക്കം വന്നു. രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയി ഇന്ത്യയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സുരക്ഷിതരല്ല എന്ന് പ്രസംഗിച്ചു. അപ്പൊ ആങ്കർ എന്നോട് തർക്കിച്ചു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇതാ വോയിസ്, അതിലെ യൂട്യൂബ് ഞാൻ പ്ലേ ചെയ്തു, ഞാൻ കേൾപ്പിച്ചു കൊടുത്തു. അതിപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന, ഈക്വൽ സിറ്റിസൺസ്, മുസ്ലിങ്ങൾ ആൻഡ് ക്രിസ്ത്യൻസ്, അങ്ങനെ പറഞ്ഞത്, അത് ഞാൻ യൂട്യൂബ് പ്ലേ ചെയ്ത് കൊടുത്തപ്പോ അപ്പൊ മോഡി ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്ന് കാണിച്ചു തരും ഏതെങ്കിലും ദേശീയ മാധ്യമം. അതായത് ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ട്, ഇന്ത്യ ടുഡേ ഉണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ട്, ഹിന്ദുസ്ഥാൻ ടൈംസ് ഉണ്ട്, പ്രഗത്ഭരായ ദേശീയ മാധ്യമങ്ങളുണ്ട്. ആരെങ്കിലും പറഞ്ഞതായിട്ട് കാണിച്ചു തരുമെന്ന് ഇന്ന് വരെ എനിക്ക് കാണിച്ചു തന്നിട്ടില്ല ആരും. അപ്പൊ അത് കാണാത്തൊരു കാര്യമാണ്. തരട്ടെ. അതേ സമയത്ത് പറയൂ. ഞാൻ അങ്ങ് സംസാരിക്കാൻ ഇടപെടുന്നില്ല. അപ്പൊ ഞാൻ സംസാരിക്കട്ടെ വളരെ കൃത്യമായി. എനിക്ക് ഒരു 30 സെക്കൻഡ് എന്നാണ് ഞാൻ ഇതുപോലെ തന്നെ ഒരു ചർച്ചയിൽ വളരെ കൃത്യമായി തന്നെ റെഫറൻസസ് താങ്കൾക്ക് 5 മിനിറ്റ് അനുവദിച്ചിരിക്കുന്നു. ഞാൻ ഈ ചർച്ചകളെ തന്നെ വളരെ കൃത്യമായി തന്നെ പറയാം. അന്ന് വലിയ വിമർശനവും ബഹുമാനപ്പെട്ട ശ്രീ മോദിക്കെതിരെ ഉണ്ടായി. 2014 എനിക്ക് ഇനി ഒരു ക്ലാരിഫിക്കേഷൻ മതി, അദ്ദേഹം നോക്കിയാൽ മതി. അദ്ദേഹം പ്രധാനമന്ത്രി ആവുന്നതിന് മുൻപാണോ ശേഷമാണോ എന്ന് മാത്രം. എന്റെ ഒരു വിശ്വാസം 2014 ജൂൺ മാസത്തിലാണ്. പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിദേശ സന്ദർശനത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഞാൻ ഇപ്പോൾ തന്നെ ഞാൻ അതിന്റെ റെഫറൻസ് കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞുകൊള്ളാം. ഞാനിതിനകത്ത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം, ഇവിടെ പിന്നെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഈ പറയുന്ന പിന്നെ മാളവിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് ഫണ്ട് മേടിച്ചുമായി ബന്ധപ്പെട്ട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. 2016 മുതൽ 2025 വരെ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉൾപ്പെടെ ഇറാനി വരെ ഏറ്റവും മുകളിലുള്ള പ്രധാനമന്ത്രി ഉൾപ്പെടെ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ജയശങ്കർ ഉൾപ്പെടെ മന്ത്രി പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പറയുന്ന US ഫണ്ട് ഏജൻസികളുമായി ചർച്ചകൾ നടത്തിയതിന്റെ എത്രയോ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ തിരിച്ച് പിന്നെ ഇവിടെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പറയട്ടെ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളെ തകർക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ഇവിടെ ഏറ്റവും പുതിയ ഒരു കാര്യം പറയാം. 2016 ഒക്ടോബറിൽ 1 month ബിഫോർ ഇന്ത്യയിലെ കറൻസി പിൻവലിക്കുന്നതിന്റെ 1 മാസം മുൻപേ ഈ USAID എന്ന് പറയുന്ന ഒരു ഏജൻസിയും ഫിനാൻസ് മിനിസ്ട്രിയും തമ്മിൽ, ഇന്ത്യയുടെ ധനകാര്യ മന്ത്രാലയം തമ്മിൽ ഒരു ഉടമ്പടി വെച്ചു. ക്യാഷ്ലെസ് എക്കോണമി ഇന്ത്യയിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. എന്നാൽ ഞങ്ങളിപ്പോൾ പറയാം, ഈ USAID ഫണ്ടിന്റെ താല്പര്യപ്രകാരമാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ പറഞ്ഞ ഡിമോണിറ്റൈസേഷൻ നടത്തിയെന്ന് ഞങ്ങൾ അങ്ങോട്ട് ഉന്നയിക്കാം. ഏറ്റവും അവസാനം 2025 രണ്ടാഴ്ചയായിട്ടുള്ളൂ. 2025 ജനുവരി 21 നമ്മുടെ ബഹുമാനപ്പെട്ട സ്മൃതി ഇറാനി അവരെ ഈ പറയുന്ന USAID സ്പോൺസർ ചെയ്യുന്ന ഒരു സംഘടന മീറ്റിംഗിൽ അവരെ ഈ പറയുന്ന USAID ഫണ്ടിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു 4 വർഷത്തോളം. അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട വിദേശകാര്യമന്ത്രി ഇവിടെ ഈ പറയുന്ന നമ്മുടെ ജയശങ്കർ 2022 ഈ USAID അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള സാമന്ത പവറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2021 മാർച്ച് 21 ഡേറ്റ് ചെയ്ത് പറയാം. ഈ പറയുന്ന അതൊക്കെ ആവശ്യമുള്ള മേഖലകളിൽ അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു നേരത്തെ മോഹൻ വർഗീസ്. ഇപ്പോൾ ആരോഗ്യം ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിനൊക്കെ USAID വാങ്ങിയിട്ടുണ്ട്. പക്ഷേ നോക്കൂ, ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിക്കാൻ ഫണ്ട് വാങ്ങി എന്ന ഒരു
ആരോപണമാണ് കോൺഗ്രസിനെതിരെ ഉയർന്നിരിക്കുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദേശ രാജ്യങ്ങളിൽ പോയി രാഹുൽ ഗാന്ധി സ്ഥിരം പരാമർശങ്ങൾ നടത്തുന്നു, സ്ഥിരമായിട്ട് വിമർശിക്കുകയാണ്, ഭാരത വിരുദ്ധ പരാമർശങ്ങൾ അല്ലേ? അത് നമ്മൾ നേരത്തെ ഈ വേദിയിൽ തന്നെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായി ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ജനാധിപത്യ പ്രക്രിയയെ സമ്പുഷ്ടമാക്കാൻ വേണ്ടി $21 മില്യൺ US എയ്ഡ് ലഭിച്ചു എന്ന് അതിനു വേണ്ടിയാണ് ചെലവഴിച്ചത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുമ്പോൾ അദ്ദേഹത്തെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഏതൊക്കെയാലും ഞാൻ ഈ പറയുന്ന ഇത് വസ്തുതാപരമാണെന്നോ ഇത് ശരിയാണെന്നോ ഒന്നും ഞാൻ സമ്മതിച്ചുകൊണ്ടല്ല. ഇന്ന് തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ദിനപത്രം നമ്മൾ ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതൊന്ന് ശ്രദ്ധിച്ചതാണ്. ബംഗ്ലാദേശ് കൃത്യമായി തന്നെ അവരുടെ ഒരു ഇന്റേണൽ റിസർച്ച് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ബേസ്ഡ് ഓൺ തറോ റിസർച്ച്. അങ്ങനെയാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ ഫണ്ട് പോയിരിക്കുന്നത് ബംഗ്ലാദേശിനാണ്, ഇന്ത്യക്കല്ല. ഞാൻ ഏതൊക്കെയാണ് ഫണ്ട് വന്നില്ല അവിടെ നിൽക്കട്ടെ. ഇന്ത്യ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. ട്രംപ് ഇന്ത്യയുടെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. ഞാൻ ബംഗ്ലാദേശിൽ കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. അങ്ങ് ഈ പറയുന്ന ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയോ, ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ഇന്ന് വന്നിരിക്കുന്ന ഒരു വാർത്തയാണ്. ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലൈനൊക്കെ അറിയാലോ പ്രൊഫസർ റോണി? ശരി, അങ്ങനെയെങ്കിൽ ഞാൻ ഈ പറയുന്ന US എയ്ഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ച വന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ US എയ്ഡ് തന്നെ 2010-12 അന്നത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന YS ഖുറേഷിയുമായി കരാർ ഒപ്പുവെച്ചെന്നും ഇങ്ങോട്ട് പണം വന്നെന്നും അതിന്റെ ഗുണഭോക്താവായിരുന്നു അണ്ണാ ഹസാരെയെന്നും RSSന്റെ സപ്പോർട്ടോടുകൂടി അണ്ണാ ഹസാരെ നടത്തിയ ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന മൂവ്മെന്റ് ഈ പറയുന്ന US എയ്ഡ് ഫണ്ടിന്റെ ഭാഗമായിരുന്നെന്നും ഏറ്റവും ജനകീയമായിരുന്ന മൻമോഹൻ സിംഗിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി നരേന്ദ്രമോദിക്ക് വഴിയൊരുക്കുവാൻ വേണ്ടി നടത്തിയ സമരമാണെന്നും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അത് ചർച്ച ചെയ്യാൻ സ്വാഭാവികമായിട്ടും. ഇപ്പോൾ ഏതൊക്കെ തെളിവില്ലാതെ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി ഈ US എയ്ഡ് ഫണ്ടിന്റെ ഒരു നേതാവുമായിട്ട് ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പറുമായിട്ടും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ? എവിടെയെങ്കിലും കോൺഗ്രസിന് ഒരു പേരുണ്ടോ? കോൺഗ്രസ് 1 രൂപയെങ്കിലും നാഷണൽ ഹെറാൾഡ് കേസിൽ ഏതാണ്ട് ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ അതൊക്കെ രഹസ്യ ഇടപാടുകളാണ്. ഇപ്പോൾ താങ്കൾ നേരത്തെ സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള പഴയ മന്ത്രിമാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് സുതാര്യമായ ഇടപെടലായതുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ തന്നെ അവർ വന്നത്. ഇത് രഹസ്യമായിട്ട് ഉള്ള ഇടപാടുകളായതുകൊണ്ട് അത് കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ഒളിച്ചു വെക്കുകയും ചെയ്തു, അല്ലെ മാധ്യമങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഈ $21 മില്യൺ എന്ന് പറയുന്നത് ഒരു പേഴ്സിന്റെ അകത്ത് വെച്ച് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്ന പണമൊന്നും അല്ലല്ലോ. വലിയ ഹ്യൂജ് എമൗണ്ട് ആണ് $21 മില്യൺ എന്ന് പറയുന്നത്. ആ പണം എങ്ങനെ ഇന്ത്യയിലേക്ക് വന്നു, ആരുടെ കൈകളിലേക്ക് വന്നു, ഏത് വഴിയിലൂടെ വന്നു, ഏത് അക്കൗണ്ടിലൂടെ വന്നു, ആര് റിസീവ് ചെയ്തു, ഇതൊന്നും അറിയാൻ മേലാത്ത ഒരു ഭരണകൂടമാണോ ഈ ഇന്ത്യ പകരം? നിങ്ങൾ വൈറ്റ് പേപ്പർ പുസ്തകരിക്കുക. അല്ല, അതൊക്കെ ഏതൊക്കെ ഏജൻസികൾ അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് കോൺഗ്രസിലേക്ക് പോയി എന്നുള്ളതല്ല, പല ഏജൻസികൾ വഴിയും അത് റൂട്ട് ചെയ്യപ്പെട്ടു. ആ ഏജൻസികൾ ഏതൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ എന്തായാലും പുറത്തു വരുമല്ലോ പ്രൊഫസർ റോണി. അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് കോൺഗ്രസിലേക്ക് വന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലേക്ക് അത്രയും മണ്ടന്മാരല്ല കോൺഗ്രസ്സുകാരെന്ന് കൃത്യമായിട്ട് അറിയാം. അതല്ല, ഇതിൽ പല രഹസ്യ ഇടപാടുകളും നടന്നിട്ടുണ്ട്. ഇത് മറ്റ് ചില ഏജൻസികൾ വഴി എൻറൂട്ട് ചെയ്ത് കോൺഗ്രസിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് നോക്കാം. അഡ്വക്കേറ്റ് സി പത്മനാഭനാണ് അതിലൊരു ക്ലാരിഫിക്കേഷൻ നടത്തേണ്ടത്, മറുപടി നൽകേണ്ടതും. യെസ്, അഡ്വക്കേറ്റ് സി പത്മനാഭൻ. ഞാന് ആദ്യം തന്നെ ഒരു കാര്യം ക്ലിയർ ആക്കട്ടെ. അമിത് മാളവ്യ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഒരിക്കലും രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ ഈ പൈസ വാങ്ങി എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈ പൈസ കോൺഗ്രസിനാണ് പോയത് എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ 2 കാര്യമാണ്. ഒന്ന്, അദ്ദേഹം ട്രംപിന്റെ പ്രസ്താവന അദ്ദേഹം കോട്ട് ചെയ്തു. ട്രംപ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, $21 മില്യൺ ഹാവ് ബീൻ ഗിവൺ ടു ഇന്ത്യ. ആ ഇന്ത്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടെ വോട്ടർ ടേൺ ഔട്ടിന് വേണ്ടിയിട്ട്. അപ്പോ അതിനെ അമിത് മാളവ്യ രാഹുൽ ഗാന്ധി നടത്തിയ ലണ്ടനിൽ 23 നടത്തിയ പ്രസ്താവന, മാർച്ചിൽ നടത്തിയ പ്രസ്താവന എന്താണ്? അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളിലും പോലുള്ള ജനാധിപത്യത്തിന്റെ സംരക്ഷകരാണെന്ന് അവകാശപ്പെടുന്നവർ ഇന്ത്യയിൽ നടക്കുന്ന ഈ ജനാധിപത്യ ധ്വംസനത്തിനെ കാണാതിരിക്കുകയാണ്, കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് ഒരു ഇന്ത്യൻ യുദ്ധമല്ല, അതിലും വലിയ യുദ്ധമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഒരു വിദേശ രാജ്യത്ത് പോയി നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം തകർന്നിട്ടുണ്ട്, നിങ്ങളെന്താ നോക്കി നിൽക്കുന്നത് എന്ന് പറഞ്ഞ ഒരു സാഹചര്യവും, അതിനുശേഷം നമ്മുടെ രാജ്യത്ത്
യെസ്, സാങ്കേതിക പ്രശ്നം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ഇടവേളയിൽ താങ്കൾ പറഞ്ഞു ഒരു കൺസോർഷ്യം വഴിയാണ് ഈ ഓപ്പറേഷൻ മൊത്തം എന്നുള്ളതല്ലേ. കൺസോർഷ്യത്തിൻ്റെ US-ലുള്ള ഏജൻറ്റ് ആര്, അല്ലെങ്കിൽ കമ്പനി ഏത്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കമ്പനി ഏത്, അതിലൊരു വ്യക്തത വേണം ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ഈ ശ്രീ അനിൽ, കൃത്യമായി നമ്മൾ ഇതിനെ വിശകലനം ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കൺസോർഷ്യത്തിൻ്റെ ഫുൾ പേര് കൺസോർഷ്യം ഫോർ ഇലക്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ സ്ട്രെങ്തനിങ്, ഇതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് USAIDൻ്റെ ഒരു സബ്സിഡിയറിയാണ്. ആ കൺസോർഷ്യം എന്ന് പറയുമ്പോൾ പല ആക്ടേഴ്സ് ചേർന്ന് രൂപീകരിക്കുന്ന ഒരു സംവിധാനമാണ്. ആ കൺസോർഷ്യത്തിന് അമേരിക്കയിൽ അതിന് ഫണ്ട് എത്തിച്ചത് ഇവിടെ നിന്നാണ്. ആ ഫണ്ട് ഇന്ത്യയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് എത്തിച്ചേർന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കൈകളിലല്ല, മറിച്ച് പല സന്നദ്ധ ഏജൻസികളാണ്. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഏജൻസികൾ ഏതൊക്കെ, ഇതിനെക്കുറിച്ച് സ്ഥിരീകരണം ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ ആ ഏജൻസികൾക്ക് ലഭിച്ച പണം ആർക്കാണ് എത്തിച്ചേർന്നത്, എൻഡ് യൂസേഴ്സ് ആരാണ്, അവരുടെ മോട്ടീവ്സ് എന്താണ്. ഇപ്പോൾ ആരോപണമായി വന്നിരിക്കുന്നത് 86ഓളം രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കും ആ പണം എത്തി എന്നാണ്. അവർ ഈ ജനാധിപത്യത്തിൻ്റെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടി, ഒരുപക്ഷെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ പ്രചരണ ഉപാധികൾ ശരിയാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ നയിക്കാൻ വേണ്ടി, അവിടെയാണ് ജനകീയ അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ, എത്തിയെന്ന് തെളിയിക്കാനുള്ള തെളിവുകളാണ് ആവശ്യം. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് രാഷ്ട്രീയ കക്ഷികൾക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവർ പ്രക്ഷോഭകാരികളിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കാം. അത് തന്നെയാണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത്. ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾക്ക് ലഭിച്ച പണം അത് ആ ഒരു പ്രക്ഷോഭകാരികളിലേക്ക് കടന്നു കയറാൻ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വന്ന പ്രക്ഷോഭം, ആ പ്രക്ഷോഭം നിർദോഷമായി തുടങ്ങിയൊരു പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭത്തിൻ്റെ ഇടയിലേക്ക് വലിയ തോതിൽ പണം എത്തുകയും വളരെ എനർജറ്റിക്കായിട്ട് അവിടുത്തെ യൂത്ത് ആ സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിൽ അണിചേരുകയും ഒക്കെ ചെയ്തു. അവർ അറിയുന്നില്ല ഈ പണം എവിടെ നിന്ന് വരുന്നു എന്ന് പ്രക്ഷോഭകാരികൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അത് ചാനലൈസ് ചെയ്യുന്ന കൺസോർഷ്യം ഏജൻസീസ് ഉണ്ടാകും. അത് ബംഗ്ലാദേശിൽ വർക്ക് ചെയ്തു. 2023 മുതൽ 25 വരെ, അല്ലെ 22 മുതൽ 25 വരെ 3 വർഷ കാലാവധിയിലാണ് ഈ എനിക്ക് തോന്നുന്നത് ബംഗ്ലാദേശിനെ കുറിച്ച് ട്രംപ് പറഞ്ഞ കണക്ക് 29 മില്യൺ എന്നാണ്. അപ്പം ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ആർട്ടിക്കിൾ ഞാനും കണ്ടതാണ്. അതിനകത്ത് 21 മില്യൺ തന്നെയാണ് ബംഗ്ലാദേശിനും ഇന്ത്യക്കും. അത് മാറിപ്പോയതാണ്. അത് ഒറ്റ ഫണ്ടേ ഉള്ളൂ ബംഗ്ലാദേശിനും ഇന്ത്യക്കും എന്നത് കൺഫ്യൂഷൻ വന്നതാണ്. ബംഗ്ലാദേശിന് അനുവദിച്ചതാണ് ഇന്ത്യക്ക് എന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് അവിടെ കൊണ്ടുവന്നത്. അങ്ങനെയല്ല, ട്രംപിൻ്റെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ ട്രംപ് പറയുന്നു ഇന്ത്യക്ക് വേണ്ടി 21 മില്യൺ അനുവദിച്ചത് ഏത് കണക്കിനാണ്, അവർക്കത് ആവശ്യമില്ലല്ലോ, എന്തിനു വേണ്ടി നമ്മൾ കൊടുക്കുന്നു, ഇറ്റ്സ് എ ലോട്ട് ഓഫ് മണി. അങ്ങനെയെങ്കിൽ അതൊരു ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണോ, അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് അറിയിക്കണം അത് എന്നാണ് പറയുന്നത്. അടുത്ത ശ്വാസത്തിൽ പറയുന്നു ബംഗ്ലാദേശിന് വേണ്ടി 29 മില്യൺ ചെലവഴിച്ചതിൻ്റെ കണക്ക് പറയുന്നു. ആ മില്യൺ ചെലവഴിച്ചത് ഒരു ദീർഘകാല അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഒരു എൻഡ് പീരീഡ് ഉണ്ട്. 2025 നവംബർ വരെ ചെലവഴിക്കാനായി വന്നതാണ്. അതിൽ 13.7 മില്യൺ ഡോളേഴ്സ് ചെലവഴിച്ച് കഴിഞ്ഞു. ബാക്കി തുക ഇപ്പോൾ ഫ്രീസ് ചെയ്ത കൂട്ടത്തിൽ ഇലോൺ മസ്ക് നിർദ്ദേശിച്ചതനുസരിച്ച് അമേരിക്ക കംപ്ലീറ്റ് എയ്ഡ് ഫ്രീസ് ചെയ്ത കൂട്ടത്തിൽ അതും ഫ്രോസനായി മാറിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദേ ഹാവ് ഈൽഡഡ് റിസൾട്ട്. അമേരിക്ക അവിടെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, ചെലവഴിച്ചു എന്ന് ട്രംപ് പറയുന്നു, ചെലവഴിച്ചിട്ടുണ്ടാകണം തീർച്ചയായിട്ടും. അത് മുഖവിലേക്ക് എടുത്താൽ ഒരു ഭരണകൂടത്തെ മാറ്റിയെടുക്കുന്നതിന് ആ പണം ഉപകാരപ്പെട്ടു എന്ന് വേണമല്ലോ കരുതാൻ. അപ്പോൾ ഇതിന് പ്രയോജനമുണ്ടാകുന്നുണ്ട്. ഇന്ത്യയിൽ എങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭരണകൂടത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഈ തുക. എനിക്ക് തോന്നുന്നില്ല, വ്യക്തിപരമായി എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും 21 മില്യൺ എന്ന് പറയുന്നത് വലിയ എമൗണ്ടൊന്നുമല്ല. 180 കോടി എന്ന് പറയുന്നത് വലിയ എമൗണ്ട് അല്ല. അപ്പോൾ ആ ഒരു എമൗണ്ട് കൊണ്ട് ഇന്ത്യയുടെ എല്ലാ വ്യവസ്ഥയെയും മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് പൊതുജന അഭിപ്രായം രൂപീകരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ മാധ്യമങ്ങളിലേക്ക് അത് വന്നിട്ടുണ്ട് എങ്കിൽ, ഉണ്ടെന്ന് തെളിയിക്കാൻ എൻ്റെ കയ്യിൽ സ്ഥിതിവിവര കണക്കുകളില്ല, ഉണ്ട് എങ്കിൽ മാധ്യമപ്രവർത്തകർ, ഈ 86 പേരുടെ പേര് പറയുന്നതിൽ 10 പേര് മലയാളികളാണ്. അതിൽ ഒരുപക്ഷെ രാഷ്ട്രീയക്കാരും മാധ്യമപ്രവർത്തകരും ഒക്കെ ഉണ്ടാവാം. ആ ലിസ്റ്റ് എനിക്ക് എൻ്റെ കൈവശമില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. അങ്ങനെയെങ്കിൽ മാധ്യമങ്ങളിലൂടെ
ഒരു 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 വലിയ ഒരു നറേറ്റീവ് കൊടുക്കുകയാണ്. ജനമനസ്സുകളെ ഇളക്കാൻ സാധിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണല്ലോ മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ അർത്ഥസത്യങ്ങളും ഫോൾസ് നറേറ്റീവുകളും ഒക്കെയായി ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പരിധിവരെ ഇലക്ട്രൽ ഔട്ട്കമ്മിനെ സ്വാധീനിക്കാം. ഇവിടെ ഇതിനേക്കാൾ ആഴതലങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ എന്തിന് അമേരിക്ക ജനാധിപത്യവൽക്കരണം വിതിൻ കോട്ട്സ് ജനാധിപത്യവൽക്കരണത്തിന് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിക്കുന്നതിന് പണം നൽകണം? പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത്ര പോസിറ്റീവ് കാര്യങ്ങളല്ല. ജനകീയ പ്രക്ഷോഭങ്ങൾ, ഗവൺമെൻറ്റിനെതിരെ നടത്തുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ, അതിൽ ചിലയിടത്ത് ന്യായമുണ്ടാകാം, ചിലത് അന്യായമുണ്ടാകാം. ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വേണ്ടി വിദേശത്തു നിന്നും ഇൻഡയറക്റ്റായി ഏജൻസികൾ വഴി, കൺസോർഷ്യം ഏജൻറ്റ് വഴി പണം എത്തുന്നുണ്ട് എങ്കിൽ വിദേശ രാജ്യങ്ങളുടെ ചില താല്പര്യങ്ങളാണ് പ്രക്ഷോഭകാരികൾ അറിയാതെ അവരിലൂടെ നടത്തപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥ ശിഥിലീകരിക്കപ്പെടും. അങ്ങനെ ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് കൂടി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടം നിലവിൽ വരും. അങ്ങനെയാണ് മുഹമ്മദ് യൂനിസിൻ്റെ ഭരണകൂടം ബംഗ്ലാദേശിൽ നിലവിൽ വന്നത്. അവിടെയാണ് ജോർജ് സോറോസിനെ പോലെയുള്ള ഡീപ് സ്റ്റേറ്റ് ആക്ടേഴ്സിൻ്റെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. അങ്ങനെയെങ്കിൽ വെളിയിലിരുന്നു കൊണ്ട് ബംഗ്ലാദേശിൻ്റെ ഭരണകൂടം എന്തെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനങ്ങൾ എടുക്കണം, വ്യാവസായികമായി എന്ത് നയം രൂപീകരിക്കണം, അപ്പോൾ രാജ്യത്തിൻ്റെ നയരൂപീകരണത്തെ തന്നെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് ആ ഇൻട്രസ്റ്റ് വളരുന്നു. അതിനുവേണ്ടി അവർ ചെലവഴിക്കുന്നതോ തുച്ഛമായൊരു എമൗണ്ടാണ്. ഇവിടെ നോക്കൂ, ഇതിന് 486 മില്യനാണ് ഈ മൊത്തം ചെലവഴിക്കുന്ന തുക ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി. അതായത് മൊത്തം USAID അല്ല ഉദ്ദേശിക്കുന്നത്, മൊത്തം USAID അല്ല, ഈ പറയുന്ന ജനാധിപത്യവൽക്കരണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന തുക അതാണ്. അതിലൊരു ചെറിയ പങ്കേ ഉള്ളൂ. 21 മില്യൺ ഇന്ത്യക്കും 29 മില്യൺ ബംഗ്ലാദേശിനും, പിന്നെ വേറെ ഏതാണ്ട് 10-20 മില്യൺ തുക നേപ്പാളിനും, അതുപോലെ ചില യൂറോപ്യൻ രാജ്യങ്ങൾക്കുൾപ്പെടെ മോൾഡോവ പോലെയുള്ള രാജ്യങ്ങൾക്കുൾപ്പെടെ ഫണ്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഇതെല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനാധിപത്യവൽക്കരണം എന്ന പേരിൽ നടത്തുന്ന കാര്യങ്ങൾ. ഇങ്ങനെയുള്ള അമേരിക്കയുടെ കുൽസിതമായ ശ്രമങ്ങളെ ഡൊണാൾഡ് ട്രംപ് തള്ളിപ്പറയുന്നു. അതുകൊണ്ടാണ് മുൻ ഭരണാധികാരികൾ, പ്രത്യേകിച്ച് ബൈഡൻ, ഡൊണാൾഡ് ട്രംപിന് അറിയാവുന്നത് ബൈഡൻ്റെ ഭരണകാലത്തെ കാര്യങ്ങളാണ്. അദ്ദേഹം പൂർണ്ണമായി ബൈഡനെ അഡ്മിനിസ്ട്രേഷൻ ചെയ്ത എല്ലാ കാര്യങ്ങളും തള്ളി അങ്ങ് പറയുകയാണ്. ആ ബൈഡൻ അഡ്മിനിസ്ട്രേഷനിൽ ഇങ്ങനെ ചെയ്തു. ഇപ്പോഴത്തെ അമേരിക്കൻ സർക്കാർ നേരെ പോ, ഞങ്ങൾ കഠിനമായ ടാക്സ് ചുമത്തും, റിറ്റാലിയേറ്ററി ടാരിഫ് ഞങ്ങൾ ചുമത്തും, എന്തിനു ഒരു നിയതമായ രീതി വേണം എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് US ഫണ്ട് വിനിയോഗത്തിൽ നിയന്ത്രണം വേണം, സുതാര്യതയും വേണം, അത് ഉറപ്പുവരുത്തണം. അതിനാണ് എലോൺ മസ്കിൻ്റെ നേതൃത്വത്തിൽ ഡോജ് ഫോം ചെയ്തത്. അതുകൊണ്ടാണ് ഡോജ് ഫോം ചെയ്തതിൻ്റെ പിന്നിൽ തന്നെ അതുകൊണ്ടാണല്ലോ സാർ ഇതൊക്കെ ചിത്രത്തിൽ വന്നത്. അതുകൊണ്ടാണല്ലോ ഡോജ് ഫോം ചെയ്ത് ഇലോൺ മസ്ക് ആണ് ഇത് കണ്ടെത്തി പറഞ്ഞത് ഇത്ര തുക കൊടുത്തിട്ടുണ്ട് എന്ന്. ഇതൊക്കെ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് ആയിരുന്നു എക്കാലത്തും. ശ്രീ അനിൽ നമ്പ്യാർ, എക്കാലത്തും ഈ കാര്യങ്ങളെല്ലാം ക്ലാസിഫൈഡ്. ചോദിച്ചാൽ വിവരാവകാശം, ഇവിടുത്തെ വിവരാവകാശമല്ല, അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചാൽ നോ വി കാൻ ഷെയർ ഇറ്റ് ബിക്കോസ് ദീസ് ആർ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ്, സ്റ്റേറ്റ് സീക്രട്ട് ആണ്, അത് വെളിയിൽ പറയില്ല. അപ്പോൾ ട്രംപ് വന്നിപ്പോൾ പറയുകയാണ്, ഇവിടെ ഞങ്ങൾക്കിനി അരമന രഹസ്യമില്ല, അങ്ങാടി പരസ്യങ്ങളേ ഉള്ളൂ. നിങ്ങളറിയൂ, അമേരിക്കൻ ജനതയോട് പറയുകയാണ്, നിങ്ങളറിയൂ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് എന്ന് പറയുകയാണ്. അപ്പം ഇനി ഒരുപക്ഷെ മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പല വധങ്ങളെക്കുറിച്ചും ഒക്കെ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ചില തുറന്ന പറച്ചിലുകൾ ഉണ്ടാകാം. അപ്പോൾ ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സ് ഒന്നൊന്നായി പുറത്തു വരികയാണ്. ആ ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സിലാണ് പറയുന്നത് എന്ത് പർപ്പസിന് വേണ്ടിയാണ് അമേരിക്ക ഈ തുക ചെലവഴിച്ചത്, എന്തായിരുന്നു അമേരിക്കയുടെ ഉദ്ദേശമെന്ന് നമ്മളിവിടെ ഇരുന്ന് ഊഹിക്കുകയാണ്. പക്ഷേ അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ ക്ലാസിഫൈഡിനെ ഡീക്ലാസിഫൈഡ് ആക്കി കഴിയുമ്പോൾ ആ രേഖകളെല്ലാം വെളിയിൽ വരും. അതിന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ രേഖകൾ വെളിയിൽ വരുമ്പോൾ മാത്രമേ അറിയൂ ആർക്കൊക്കെയാണ് ഈ ഫണ്ട് എത്തിയത്, എന്ത് പർപ്പസായിരുന്നു, ഇൻറ്റൻഡഡ് പർപ്പസ്, അതിൽ ഇടപെട്ടിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്, അത് വന്ന റൂട്ട് എന്തൊക്കെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് പാർട്ടിയിലേക്ക് നേരിട്ട് ഫണ്ട് വന്നിട്ടില്ല എന്ന് കോൺഗ്രസ് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം. കാരണം അങ്ങനെ ഒരിക്കലും അത് ചെയ്യാനാവില്ല. പക്ഷേ കോൺഗ്രസിന് താല്പര്യമുള്ള രീതിയിൽ ഇലക്ട്രൽ ഔട്ട്കം വന്നിട്ടുണ്ടോ, ഇത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. മുൻകാലങ്ങളിൽ BJPക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒരു സീരീസ് ഓഫ് പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള സീരീസ് ഓഫ് കാര്യങ്ങൾ. അണ്ണാ ഹസാരെ അടിയന്തരാവസ്ഥ സമയം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ദിരാഗാന്ധി പറഞ്ഞ കാരണം എന്താണ്? വിദേശത്ത് നിന്ന് ചില ശക്തികൾ ഭാരതത്തെ കുത്തിത്തിരിക്കാൻ ശ്രമിക്കുന്നു.
അത് വന്നിട്ടുണ്ടോ അന്വേഷിക്കേണ്ടതാണ്. ഓരോ ഭരണകൂടത്തിൻ്റെ കാലത്തും വന്നിട്ടുള്ള പല കാര്യങ്ങൾ ഇന്ത്യയിൽ ഒരുപാട് പ്രക്ഷോഭങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അഴിമതി വിരുദ്ധ പോരാട്ടം, അണ്ണാ ഹസാരയുടെ രാംലീല മൈതാനത്ത് നടന്ന പോരാട്ടം, അതിലെത്തിയ ആളുകൾ, അവരുടെ യാത്രാ സൗകര്യങ്ങൾ, അവർക്ക് ഇവിടുന്ന് പണം വന്നു, ഇത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ ബെനിഫിഷ്യറി ഒരു പക്ഷേ കോൺഗ്രസ് അല്ല, BJP ആണ് അതിൻ്റെ ബെനിഫിഷ്യറി. പിന്നീട് വന്ന കർഷക പ്രക്ഷോഭം, പൗരത്വ ഭേദഗതി ബില്ലിന് എതിരെ നടന്ന അതിഗംഭീരമായ പ്രക്ഷോഭം, ഇതൊക്കെ ആളുകളെ ഒരുക്കുന്നത് സ്വാഭാവികമായി എത്തിച്ചേർന്നതാണോ അതോ വിദേശത്ത് നിന്നും കടന്നു വന്ന പണം കൂടി ഇൻവോൾവ് ആണോ? സമഗ്രമായ അന്വേഷണത്തിലൂടെ മാത്രമേ സത്യാവസ്ഥ നമുക്ക് വെളിയിൽ വരാൻ സാധിക്കൂ. ഓക്കെ ശ്രീജിത്ത് പണിക്കർ, ട്രംപ് തുറന്നുവിട്ട ഭൂതം ആരെയൊക്കെ കൊണ്ടുപോകും? അതിന് ആരെയൊക്കെ കൊണ്ടുപോകണമെന്ന് അറിയാൻ ശ്രീ അനിൽ, വളരെ സമഗ്രമായിട്ടുള്ള ഒരു എൻക്വയറിയാണ് ഉണ്ടാകേണ്ടത്. കാരണം ഇത് വളരെ സുദീർഘമായിട്ടുള്ള ഒരു പീരീഡിലത്തേക്കാണ് ഈ പണം ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഈ ചർച്ചയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആരാണ് സംസാരിച്ചതെന്ന് കേട്ടില്ല, പക്ഷേ ഇത് ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു, അതിപ്പോൾ പുറത്തു വന്നു എന്ന് പറഞ്ഞു. അത് പൂർണ്ണമായിട്ടും ശരിയല്ല. കാരണം ഗവൺമെന്റ് അവരുടെ ഈ ഗ്ലോബൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് USAID ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ കൊടുക്കുന്ന ഫണ്ടിനെ പറ്റി വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അവിടുത്തെ ടാക്സ് പേയേഴ്സിനോട് പറയുന്നതിനായിട്ട് അവർ ഫോറിൻ assistance.gov എന്ന ഒരു വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റിൽ ഓരോ രാജ്യങ്ങൾക്കും കൊടുക്കുന്ന എന്തൊക്കെ കാര്യത്തിനാണ് കൊടുക്കുന്നത്, ഈ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവർ അമേരിക്കൻ ജനതയെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന US ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന കണക്കുകളൊക്കെ തന്നെ ലെജിറ്റിമേറ്റ് ആണ് എന്ന് ഇന്ന് ഇന്ത്യ ടുഡേ വളരെ വിശദമായിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ നല്ല പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു റിപ്പോർട്ടും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ 2001 മുതൽ ഇങ്ങോട്ടുള്ള കാലയളവിനുള്ളിൽ ഏതാണ്ട് 3 ബില്യൺ അടുത്ത് 2.9 ബില്യൺ US ഡോളറാണ് ഇന്ത്യയിലേക്ക് ഇത്തരത്തിലുള്ള സഹായത്തിന് വേണ്ടിയിട്ട് ഇവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു വർഷം ഏതാണ്ട് 120 മില്യൺ ഡോളറിനടുത്ത് വരുന്നുണ്ട്. അപ്പോൾ 2001 ശേഷമെന്ന് പറയുമ്പോൾ അതിൽ കോൺഗ്രസ് ഭരിച്ചിരിക്കുന്ന സമയത്തുണ്ട്, BJP ഭരിച്ചിരിക്കുന്ന സമയത്തുണ്ട്. ഇത് രണ്ടും നൽകിയിരിക്കുന്ന വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള സോഴ്സ് വഴിയാണ്. അതായത് ഇത് പ്രവർത്തിക്കുന്ന സമയത്ത് US ഗവൺമെന്റിന്റെ ഏജൻസികൾ, ഇംപ്ലിമെന്റേഷൻ ഏജൻസികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള, RTI ഇന്റർനാഷണൽ പോലെയുള്ള പല ഗവൺമെന്റിന് താല്പര്യമുള്ള പല സംഘടനകളുണ്ട്, അമേരിക്കൻ ഗവൺമെന്റിന് താല്പര്യമുള്ള സംഘടനകളുണ്ട്. അതുകൂടാതെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് വേറെയും ഉണ്ട്, ഡിലോയിറ്റ് പോലെയുള്ള മറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ പല അക്കൗണ്ട് ഹെഡുകളിലായിട്ടാണ് ഈ പണം ഇത്രയും ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും വിവാദമായിരിക്കുന്ന പണം ഇലക്ഷൻസിന് വേണ്ടി കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷനും സിവിൽ സൊസൈറ്റി സ്ട്രെങ്തനിങ്ങിനും വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന പണമാണ്. അപ്പോൾ ഈ പണത്തിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് ഇന്ത്യ ടുഡേ തന്നെ കണ്ടുപിടിക്കുന്നത് ഏതാണ്ട് 14.6 മില്യൺ ഇതിനുവേണ്ടി ഇന്ത്യയിൽ മുടക്കിയിട്ടുണ്ട് എന്നും, അതിൽ എത്ര തുകയാണ് നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്തിരിക്കുന്നത്, എത്ര തുകയാണ് RTI ഇന്റർനാഷണൽ കിട്ടിയിരിക്കുന്നത്, മറ്റ് ഗവൺമെന്റ് സപ്പോർട്ടഡ് ഏജൻസികൾക്ക്, അതല്ലാത്ത ഏജൻസികൾക്കൊക്കെ എത്ര മില്യൺ ഡോളറാണ്, ഇതെല്ലാം 1.31 മില്യൺ എന്നൊക്കെയുള്ള കണക്കുകളിലാണ് അവർക്കെല്ലാവർക്കും തന്നെ കൊടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കണക്കുണ്ട്. അപ്പോൾ ഇത് വെറുതെ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ കണ്ട ഒരു സ്വപ്നത്തിന്റെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റ് വന്ന് പറയുന്ന കണക്കുകളല്ല. അദ്ദേഹം ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ പലപ്പോഴും അതിനിശ്ചിതമായി വിമർശിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രഖ്യാപനമല്ല, മറിച്ച് US ഗവൺമെന്റിന്റെ കണ്ടെത്തലാണ്. അപ്പോൾ US ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഡോജ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അനാവശ്യമായിട്ടുള്ള ഡിസ്ക്രിഷണറി സ്പെൻഡിങ് എന്തൊക്കെയാണ് എന്ന് കണ്ടെത്താനും അതിനെ തടയുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഇതേപോലെ തന്നെ ഡെമോക്രാറ്റിക് പ്രോസസ്സ് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്, അതായത് സാധാരണ കൊടുക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസിന് പുറമെ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് അമേരിക്ക മുടക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെ അമേരിക്കൻ ടാക്സ് പേയറുടെ പണം മറ്റൊരു രാജ്യത്തെ ഡെമോക്രാറ്റിക് സംവിധാനം സ്ട്രെങ്തൻ ചെയ്തതിന് വേണ്ടിയിട്ട് എന്തിനാണ് കൊടുക്കുന്നത്? ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുടെ കയ്യിൽ കൂടുതൽ പണമുണ്ട്, അവർ മറ്റ് രാജ്യങ്ങളെയൊക്കെ ഹെവിലി ടാക്സ് ചെയ്യുന്ന രാജ്യമാണ്. അവിടെയൊക്കെ എന്തിനാണ് നമ്മൾ ഈ ഇലക്ട്രൽ പ്രോസസ്സിൽ ഇടപെടുന്നത്? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇടപെട്ടിരിക്കുന്നത്? കിക്ക് ബാക്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണോ, അതോ മറ്റെന്തെങ്കിലും സ്കീമാണോ, ആരെയെങ്കിലും ഭരണത്തിൽ വരുന്നതിന് തടസ്സപ്പെടുത്തുന്നതിനാണോ, മറ്റാരെയെങ്കിലും സഹായിക്കുന്നതിനാണോ തുടങ്ങിയ രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യങ്ങൾ കൂടി അതിൻ്റെ കൂടി വരികയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ പണം ഇവിടെ ലഭിക്കുന്ന സമയത്തെല്ലാം അത് ലെജിറ്റിമേറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന പണമാണ്. അതായത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുന്നു, ആ പണം ഇന്ത്യയിൽ റിസീവ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്, നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന ഇംപ്ലിമെന്റേഷൻ ഏജൻസികളാണ്. പക്ഷേ ഇവരൊക്കെ ഇവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പണം എന്തിനു വേണ്ടി ചെലവഴിച്ചു? ഈ ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ഹെഡിലാണ് ഈ ഇലക്ഷൻസിനെ അല്ലെങ്കിൽ ഇലക്ടറൽ അവയർനെസ്സിന് വേണ്ടിയിട്ടൊക്കെ പണം ചെലവഴിച്ചിരിക്കുന്നത് എങ്കിൽ ആ പണം ഗ്രൗണ്ടിൽ എങ്ങനെയാണ് ചെലവാക്കിയിരിക്കുന്നത്?
അത് ഏതെങ്കിലും മാധ്യമങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടാണോ, ഏതെങ്കിലും ഒരു പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ, മറ്റെന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യത്തിന്റെ പേരിലാണോ ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ അറിയേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയേണ്ടുന്ന ഒരാവശ്യം വരുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും ജോർജ് സോറോസിനെ പോലെയുള്ള പല വിവാദ വ്യക്തികളും ഈ ചിത്രത്തിലേക്ക് വരുന്നത്. ഇന്ത്യൻ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജോർജ് സോറോസിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ട്. ആ ഒപ്പീനിയൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വിദേശകാര്യ മന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് റിച്ച്, ഓൾഡ്, ഡേഞ്ചറസ് എന്ന രീതിയിലത്തേക്കാണ്. അദ്ദേഹം റിച്ച് ആണ്, അദ്ദേഹം ഓൾഡ് ആണ്, അദ്ദേഹം ഒപ്പീനിയനേറ്റഡ് ആണ്, അദ്ദേഹം ഡേഞ്ചറസ് ആണ് എന്ന് പറയുന്നു. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പൊസിഷനാണ്. ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങളുള്ള ഒരു രാജ്യത്തെ ട്രേഡിനെയും അവിടെയുള്ള രാഷ്ട്രീയത്തിനെയും സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്, അവരുടെ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ജോർജ് സോറോസിന്റെ ഫൗണ്ടേഷൻസ് ഒക്കെ ഇന്ത്യയിൽ ആരെയൊക്കെ സഹായിക്കുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളിൽ സഹായിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ അത്ര ഗോപ്യമായിട്ടുള്ള കാര്യങ്ങളല്ല, പബ്ലിക് ഡൊമൈനിൽ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സഹായം അത് ഗ്രൗണ്ട് ലെവലിൽ വരുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? പൊളിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു അട്ടിമറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, ആരെങ്കിലും ഫൈനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പണം ഉപയോഗിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ കൃത്യമായ രീതിയിലത്തേക്കുള്ള എൻക്വയറി ഉണ്ടാകണം. അപ്പൊ ഞാനിവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നേരത്തെ നടന്നിരിക്കുന്ന 1-2 സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്ര പോപ്പുലർ ഒന്നും അല്ല എങ്കിൽ പോലും അവിടുത്തെ US ഒരു ഷോർട്ട് സെല്ലർ ആയിരുന്നു ഹിൻഡൻബർഗ്. ഇപ്പൊ സ്ഥാപനമെല്ലാം അടച്ചുപൂട്ടി. ഈ ഹിൻഡൻബർഗ് ഒരു റിപ്പോർട്ട് അവർ പ്രസിദ്ധീകരിച്ചിരുന്ന സമയത്ത് സാധാരണ രീതിയിൽ ഇന്ത്യയിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതല്ലാത്ത ആ ഒരു റിപ്പോർട്ടിനെ പോലും വലിയ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ കോൺഗ്രസ് ആണ് വന്നിട്ട് അതിനെപ്പറ്റി വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുന്നത്. അതിനെപ്പറ്റി എൻക്വയറി ഉണ്ടാകണം, കോർട്ട് മോണിറ്റേഡ് എൻക്വയറി ഉണ്ടാകണം തുടങ്ങിയ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെബിയുടെ അന്വേഷണം പോരാ, വേറെ ആൾക്കാർ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷമാണ്. അതേപോലെ തന്നെ പെഗാസസ് എന്ന് പറയുന്ന ഒരു ചാര സോഫ്റ്റ്വെയർ ഇവിടെയുള്ള പല ആൾക്കാരുടെയും മൊബൈൽ ഫോണുകളിലൊക്കെ തന്നെ ഇൻസ്റ്റാൾഡ് ആണ്. അത് ഗവൺമെന്റ് വാങ്ങിയിരിക്കുന്നതാണ്. ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ പൗരന്മാരെ അനാവശ്യമായി നിരീക്ഷിക്കുകയാണ്, പ്രതിപക്ഷ നേതാക്കളെ നിരീക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിദേശത്തുള്ള ഏതോ ഒരു മാധ്യമത്തിൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ, ഒരു ഒപ്പീനിയൻ പീസ് പോലെയുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു റിസർച്ച് പീസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു പീസിനെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് അതിന്റെ പേരിൽ ഇവിടെ എൻക്വയറി ഉണ്ടാകണം എന്ന് പറഞ്ഞിരിക്കുന്ന പ്രതിപക്ഷം ഈ ഒരു വലിയ വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് സമീപിക്കുന്നതെന്ന് നോക്കൂ. ഈ വിഷയം മറ്റുള്ള ഒരു ഹിൻഡൻബർഗിനെ പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശ മാധ്യമത്തിനെ പോലെയുള്ള ഒരാളല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങേയറ്റത്തെ അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു രാഷ്ട്രത്തലവനാണ്, അമേരിക്കയുടെ എലക്റ്റഡ് ആയിട്ടുള്ള പ്രസിഡന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. കേവലം അദ്ദേഹത്തിന്റെ ഒരു വാമൊഴി വഴക്കം പോലെ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. അദ്ദേഹം പല കാര്യങ്ങളിൽ ഇപ്പോൾ ബൈഡനെതിരെയുള്ള വിമർശനത്തിലൊക്കെ അദ്ദേഹത്തിന് വായിൽ തോന്നുന്നത് പറയുന്നുണ്ട്. പക്ഷെ ഇതങ്ങനെയാണോ? ഇത് വളരെ കൃത്യമായിട്ട് അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന പുതിയ ഡിപ്പാർട്ട്മെന്റ് ഓരോ രാജ്യത്തിനും കൊടുത്തിരിക്കുന്ന കണക്ക് എന്താണെന്ന് പറഞ്ഞൊരു പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പട്ടിക അവർ ഔദ്യോഗികമായിട്ട് ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എക്സ് പോസ്റ്റിൽ അവർ അത് കൊടുത്തിട്ടുണ്ട്. ആ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനെ കോൺഗ്രസ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഏത് രീതിയിലാണ്? 1, ഞങ്ങളുടെ കാലത്ത് ഇതിനെപ്പറ്റി ഇങ്ങനെ പണം വാങ്ങിയിട്ടില്ല. 2, ഇത് ബംഗ്ലാദേശിന് കൊടുത്തിരിക്കുന്ന പണമാണ്. 3, അനാവശ്യമായിട്ട് സോറോസിനെയൊക്കെ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നു. 4, ഏതോ കാലത്ത് RSSനെ ഫൈനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സ്പൈ ഉപയോഗിക്കുന്നു. ഈ പറഞ്ഞ കുറെ കാര്യങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതൊന്നും USAIDന്റെ പണമൊന്നും അല്ല കേട്ടോ. ഈ RSSന്റെ കാര്യത്തിലൊക്കെ ഉന്നയിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞാൽ വളരെ പണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ഹിൻഡൻബർഗ് വിഷയത്തിലാണെങ്കിലും ഈ ആർട്ടിക്കിളുകൾ വരുന്ന സമയത്തും പറയുന്ന അതേ ആർജവം, അതേ തന്റെ ഇടം എന്തുകൊണ്ടാണ് കോൺഗ്രസ് കാണിച്ചുകൊണ്ട് ശരി ഞങ്ങളുടെ കാലത്ത് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കൂ, ഞങ്ങൾ ഒരു അന്വേഷണത്തിന് വളരെ ഓപ്പണാണ്, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? അപ്പൊ അത് ഒരു എന്താ നമ്മൾ ഈ പറയുന്ന പോലെയാണ്. കോൺഗ്രസിന്റെ പേര് എവിടെയും പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ കോൺഗ്രസ് എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്? എന്തിനാണ് പിന്നെ കോൺഗ്രസിനെയൊക്കെ നിഷേധിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് $3 ബില്യൺ 2001 മുതൽ ഇവിടെ മുടക്കി എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഏതൊക്കെ സർക്കാരുകൾ ഇരുന്നിട്ടുണ്ട്? അടൽ ബിഹാരി വാജ്പേയി സർക്കാർ ഇരുന്നിട്ടില്ലേ? അതേപോലെ തന്നെ ഇവിടെ മൻമോഹൻ സിംഗിന്റെ 2 പൂർണ്ണമായ ടൈമില്ലേ? നരേന്ദ്രമോദിയുടെ 2 പൂർണ്ണമായിട്ടുള്ള ടൈമില്ലേ? ഇതെല്ലാം തന്നെ ഇവിടെയുണ്ട്. അപ്പൊ ഇവിടെ BJP ഭരിച്ചിരിക്കുന്ന സമയമുണ്ട്, കോൺഗ്രസ് ഭരിച്ചിരിക്കുന്ന സമയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJP ഭരിക്കുന്ന സമയത്ത് എത്ര ഫണ്ട് കിട്ടി, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് എത്ര ഫണ്ട് കിട്ടി, ഈ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ളപ്പോൾ അതിൽ ഒരു എൻക്വയറി വേണമെന്ന് ആവശ്യപ്പെടുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ശരി, അന്വേഷിക്കട്ടെ, ഞങ്ങൾ എന്തെങ്കിലും അനാവശ്യമായിട്ട് ചെലവഴിച്ചിട്ടുണ്ടോ അന്വേഷിക്കട്ടെ എന്നല്ലേ പറയേണ്ടത്? അപ്പൊ അത് പറയുന്നതിന് പകരം ആദ്യമേ തന്നെ അച്ഛൻ പത്തായത്തിലില്ല, അച്ഛൻ കിണറ്റിലുമില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു സമീപനം കോൺഗ്രസ് പറയുന്നതാണ് എന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ആ രീതിയിലല്ല കോൺഗ്രസ് ഈ വിഷയത്തിനെ പറ്റി പ്രതികരിക്കേണ്ടത്. അതിൽ തന്നെ ട്രംപ് ഹൈ തോന്നുന്നൊക്കെ പറയുന്നതാണ്. അദ്ദേഹം പറയുന്ന കണക്കുകളൊക്കെ നമ്മൾ വിശ്വസിക്കണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കണക്ക് പറയുന്നത് ആ ഗവൺമെന്റാണ്. ട്രംപിനെ വിട്ടേക്കും. പക്ഷെ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കണക്കാണ്. ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് അത് എക്സിൽ പോസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല, അവരുടെ foreign-assistance.gov എന്ന് പറയുന്ന ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കണക്കാണ്.
ആ കണക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ നമ്മൾ എന്തിന് അവിശ്വസിക്കണം? പല പല അക്കൗണ്ടുകളിലായിട്ട് ഈ രീതിയിലത്തേക്കുള്ള പണം ഇവിടെ മുടക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എന്തിനാണ് ആ പണം? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ചെലവഴിച്ചത്? ഈ RTI ഇന്റർനാഷണൽ പ്രവർത്തിക്കുന്നത് ആരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്? മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടോ? ഈ കാര്യങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? ഇപ്പം ഇന്ത്യ ടുഡേ പോലെയുള്ള നമ്മുടെ നാട്ടിലുള്ള ഒരു മാധ്യമത്തിന് വളരെ കൃത്യമായിട്ട് ഇലക്ഷൻസിന് $4,84,158 ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് സിവിൽ സൊസൈറ്റി സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട് $141 മില്യൺ ചെലവഴിച്ചിരിക്കുന്നത് എന്ന് കണക്ക് കണ്ടെത്താനായിട്ട് ഈ സൈറ്റിൽ നിന്ന് കഴിയുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അപ്പൊ ഇതിൽ കോൺഗ്രസ് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പിന്നെ ഞങ്ങൾ മാത്രമാണ് ഇതിൽ എന്തോ തെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കുന്നത് എന്തിനാണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ ആരാണ് കുറ്റവാളി, ഇത് ആരുടെയൊക്കെ ധാരണയോടുകൂടി ചെയ്തിരിക്കുന്നതാണ്, ആരാണ് ഇതിന്റെ ബെനിഫിഷ്യറി എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു കൃത്യമായ എൻക്വയറി ഉണ്ടാകണം. ഇന്നിപ്പോ നമ്മുടെ വിദേശകാര്യ വക്താവ് ഓൾറെഡി പറഞ്ഞല്ലോ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ആഭ്യന്തരമായിട്ടൊരു അന്വേഷണം ആരംഭിക്കുകയാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് കാണുന്നത് എപ്പോഴാണ്? ശ്രീ അനിൽ, ഇതിലെ പ്രശ്നം അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്ത്യയിലെ പൊളിറ്റിക്സിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹെവിലി ടാക്സ് ചെയ്യുന്ന ഒരു രാജ്യത്തിന് അനാവശ്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പഠനമൊന്നും അല്ല അമേരിക്കയിൽ നടന്നത്. അമേരിക്കയിൽ നടന്നത് അവിടുത്തെ ടാക്സ് പേയറുടെ പണം അനാവശ്യമായിട്ട് എന്തിനാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്നത്? ഇപ്പൊ ഒരു ലളിതമായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ സർക്കംസിഷൻ ആ പുരുഷന്മാരുടെ സർക്കംസിഷന് വേണ്ടിയിട്ട് മൊസാംബിക്കിന് വേണ്ടിയിട്ട് $10 മില്യൺ കൊടുക്കുന്നു. അമേരിക്ക എന്തിനാണ് അത് കൊടുക്കുന്നത്? എന്ത് കാര്യത്തിലാണ് അമേരിക്ക ഇവിടെ കൊടുക്കുന്നത്? അതേപോലെ പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവര് കൊടുത്തിരിക്കുന്ന പണമാണ്. വോട്ടർ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനായിട്ട് ലൈബീരിയയിലേക്ക് $1.5 മില്യൺ കൊടുത്തിരിക്കുന്നു. അവിടെയുള്ള ആൾക്കാർക്ക് വോട്ടർ ആത്മവിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവർക്ക് എന്താണ്? മാലിയിലുള്ള സോഷ്യൽ കൊഹീഷന് വേണ്ടി $14 മില്യൺ. ആലോചിച്ചൊക്കെ എത്ര വലിയ തുകയാണ്. അവിടെ സാമൂഹ്യമായിട്ട് ആൾക്കാരെല്ലാം മാലിയിൽ ഒന്നിച്ചു നിൽക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഈ പണം കൊടുക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയിലുള്ള ഡെമോക്രസി കൂടുതൽ ഇൻക്ലൂസീവ് ആകണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ $2.5 മില്യൺ അവിടെ കൊടുത്തിരിക്കുകയാണ്. ഏഷ്യയിൽ നിന്നുള്ള പഠനങ്ങൾ മുഴുവനും വളരെ കൃത്യമായിട്ട് നമുക്കതിനെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് $47 മില്യൺ എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ടോ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടോ ഒക്കെ തന്നെ മുടക്കുന്ന പണത്തിനെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടോ വിമൻ എംപവർമെന്റിന് വേണ്ടിയിട്ടോ മുടക്കുന്ന പണം ഉണ്ടെങ്കിൽ നമുക്കതിനെ മനസ്സിലാക്കാം. പക്ഷെ അതല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ സർക്കംസിഷൻ ഉൾപ്പെടെ അല്ല, അതെനിക്കറിയില്ല, അത് അന്വേഷിച്ചെങ്കിലേ അറിയുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് ബേസിക്കലി ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും അവിടുത്തെ ടാക്സ് പേയറുടെ ഹെവിലി ടാക്സ് ചെയ്യുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ജനങ്ങളുടെ പണം ആ രാജ്യത്തിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് അവിടുത്തെ വിഭവങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നതിന് പകരം ലോകത്ത് മുഴുവനും വെറുതെ അനാവശ്യമായിട്ടുള്ള അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള അല്ലാത്ത രീതിയിലത്തേക്ക് മുടക്കിയാൽ അതിനെ കട്ടയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു അനാവശ്യ ഡിസ്ക്രിഷണറി സ്പെൻഡിങ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പിൽ ഇന്ത്യയെ സിംഗിൾ ഔട്ട് ചെയ്യുവല്ല. ഈ പറയുന്ന എല്ലാവരുടെയും ലിസ്റ്റിൽ വളരെ കൃത്യമായിട്ട് പറയുകയാണ് $486 മില്യൺ ഇലക്ഷൻസിന് പൊളിറ്റിക്കൽ പ്രോസസ് സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട് ഒരു കൺസോർഷ്യം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മുടക്കിയിട്ടുണ്ട്. ആ മുടക്കിയിരിക്കുന്നതിൽ $22 മില്യൺ മോൾഡോവയിലേക്കാണ്, അതിൽ $21 മില്യൺ ഇന്ത്യയിലേക്കാണ്, പിന്നീട് ഒരു $29 മില്യൺ ബംഗ്ലാദേശിലേക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഈ താല്പര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നമുണ്ടല്ലോ, അവിടെ മുഹമ്മദ് യൂനിസ് വന്നതിന് ശേഷമുള്ള വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം ബന്ധപ്പെടുത്തിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ ചെല്ലുന്ന സമയത്ത് ജോയിന്റ് പ്രസ് മീറ്റിൽ പോലും ചോദ്യം ഉണ്ടാകുന്നത് എന്താണ്? അമേരിക്കയുടെ താല്പര്യം ഇതിൽ ഉണ്ടോ എന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ചോദിക്കുന്നത്. ആ സമയത്ത് ട്രംപ് പറഞ്ഞല്ലോ, അതിൽ അമേരിക്കയുടെ താല്പര്യമൊന്നുമല്ല, നിങ്ങൾ അവിടെ ചെയ്യാനുള്ള കാര്യത്തിന് എന്തായാലും പൂർണ്ണമായിട്ടുള്ള അധികാരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡിയൊക്കെ ഉണ്ട്, അദ്ദേഹത്തിനോട് ചോദിക്കൂ എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കുറേ സ്പെൻഡിങ് അവിടെ ഉണ്ടായിരുന്നതിനെ ഇപ്പോൾ കണ്ടുപിടിച്ചു, അതിനെ കട്ടയിൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ അതിനെ ഗ്രൗണ്ടിൽ എങ്ങനെ ചെലവഴിച്ചു എന്നതിനെ പറ്റി അറിയണമെങ്കിലും ആരാണ് അതിന്റെ കൾപ്രിറ്റ് എന്നത് അറിയണമെന്നുണ്ടെങ്കിലും അനാവശ്യമായിട്ടുള്ള ബെനിഫിഷ്യറീസ് ആയിട്ട് ആരെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എൻക്വയറി വരണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഹിൻഡൻബർഗ് വിഷയത്തിലോ പെഗാസസ് വിഷയത്തിലോ നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ വാൾ സ്ട്രീറ്റ് ജേണലിലെ ഒരു ലേഖനം വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ ഗ്വാഗ്വാവിളികളെ നടത്തുന്ന പ്രതിപക്ഷത്തിന് എന്തുകൊണ്ടാണ് ഇത് അന്വേഷിക്കും, ഞങ്ങൾ ട്രാൻസ്പെറന്റ് ആണ്, അന്വേഷിക്കും എന്ന് പറയാൻ കഴിയാത്തത്? അതാണ് എന്റെ ചോദ്യം. ഓക്കെ യെസ് പ്രൊഫസർ റോണി, ചോദ്യം വളരെ സിമ്പിളാണ്. ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ കാണിച്ച ആവേശം കോൺഗ്രസ് എന്തുകൊണ്ട് നമ്മുടെ US പ്രസിഡന്റിൻ്റെ ഈ പരാമർശത്തിൽ കാണിക്കുന്നില്ല എന്നുള്ളത് ഒരന്വേഷണം, ഒരു വിശദമായ അന്വേഷണം ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കര് ചോദിച്ചതുപോലെ അല്ലെ പറഞ്ഞതുപോലെ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പത്തായത്തിലുണ്ട്, കത്തിക്കീഴയുണ്ട്, അല്ലെങ്കിൽ ഉത്തരത്തിലുണ്ട് എന്നൊന്നും പറയേണ്ട കാര്യം കോൺഗ്രസിനില്ല. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. അദ്ദേഹം ബഹുമാനോട് ശ്രീജിത്ത് പണിക്കര് ശ്രീ ജയറാം രമേശിന്റെ ട്വീറ്റ് അദ്ദേഹം ഒന്ന് പരിശോധിക്കുക. അത് ഒരു വൈറ്റ് പേപ്പറാണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. കൃത്യമായി ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും
അന്വേഷണം നടത്തി ഇതിൻ്റെ അകത്തൊരു വൈറ്റ് പേപ്പർ. പിന്നെ എന്തിന് ഇതിനകത്ത് കോൺഗ്രസ് പ്രതികരിച്ചു? ഞങ്ങൾ ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റിനോടല്ല ഞങ്ങൾ പ്രതികരിച്ചത്. ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റിനെ ആയുധമാക്കി BJPയുടെ 2 നേതാക്കൾ, ഞാൻ കൃത്യമായി പറയാം, അമിത് മാളവിയ, അദ്ദേഹം എന്താ പറഞ്ഞത്? ഇവിടെ ശ്രീപത്മനാഭൻ പറഞ്ഞു അദ്ദേഹം കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെ ഒന്നും അമിത് മാളവിയ വിമർശനം ഉന്നയിച്ചിട്ടില്ല. അമിത് മാളവിയയുടെ സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു: രാഹുൽ ഗാന്ധി ഈസ് ആക്ടിങ് ആസ് എ ടൂൾ ഫോർ ഫോറിൻ ഏജൻസീസ്. അമിത് മാളവിയ പറഞ്ഞതാ. കുറച്ചു മുന്നേ ഒന്നതാണ് ഗൗരവ് ഭാട്ടിയ, BJP സ്പോക്സ്മാൻ, അദ്ദേഹം രാഹുൽ ഗാന്ധി വിളിച്ചു പേരാണ് ട്രൈറ്റർ, അദ്ദേഹം വിളിച്ചു പേരാ. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപ് ഇവിടെ വളരെ വ്യക്തമാണ്, കോൺഗ്രസ് ഭരിച്ചപ്പോഴും BJP ഭരിച്ചപ്പോഴും പല സോഴ്സുകളിൽ നിന്നും ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്നുള്ള ഫണ്ട് വന്നിട്ടുണ്ട്. ഇത് ഈ പറയുന്ന ഗൗരവ് ഭാട്ടിയ തന്നെ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ഭരിച്ച 2014 2000 മില്യൺ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഭരിച്ചപ്പോൾ 1500 മില്യനെ വന്നിട്ടുള്ളൂ. ഗൗരവ് ഭാട്ടിയുടെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ 500 മില്യൺ കുറഞ്ഞതാണോ BJPയുടെ പ്രശ്നം? അപ്പം 2 ഗവൺമെന്റ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഫണ്ട് വന്നിട്ടുണ്ട്. അത് ഒരുപാട് പ്രവർത്തനങ്ങൾക്കായിരിക്കാം. അത് ഇന്ത്യ ഗവൺമെന്റിന്റെ, ഇവിടെ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, അമിത്ഷാ ഉൾപ്പെടെ, ഈ പറയുന്ന നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പീയൂഷ് ഗോയൽ ഉൾപ്പെടെ, അതൊന്നും ഞങ്ങൾ ആരോപിക്കുന്നില്ല ഇവിടെ എന്തെങ്കിലും ഉത്സവ പ്രവർത്തനം നടത്താനാണെന്നോ BJPക്ക് ഫണ്ട് ഉണ്ടാക്കാനാണെന്നോ ഞങ്ങൾ ആരോപിക്കുന്നില്ല. അവിടെ ട്രംപ് പറഞ്ഞൊരു കാര്യത്തെ കോൺഗ്രസിന്റെ കടലിലേക്ക് വെച്ച് കിട്ടി, കോൺഗ്രസിന്റെ തലയിലേക്ക് വെച്ച് കിട്ടി. കോൺഗ്രസ് ഈ പറയുന്ന ഫണ്ട് മൊത്തം, അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ പറയുന്ന ട്രംപിന്റെ വാചകം കടമെടുത്താൽ, അല്ലെ ഇപ്പോൾ പറയുന്ന BJP നേതാക്കളുടെ വാചകങ്ങൾ കടമെടുത്താൽ, ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി അമേരിക്കൻ പണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയാ. വളരെ കൃത്യമായി തന്നെ 2010 മുതൽ 2012 വരെയാണ് ഖുറേഷി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത്. ആ 2011 ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന മൂവ്മെന്റ് ഉണ്ടാകുന്നത് അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ. അന്ന് അണ്ണാ ഹസാരയുടെ മൂവ്മെന്റിന്റെ ഭാഗമായിരുന്ന നേതാക്കൾ തന്നെ പിന്നീട് പുറത്തു പറഞ്ഞിട്ടുണ്ട് ഇത് കഥാ തിരക്കഥാ സംഭാഷണം എല്ലാം RSS BJPയും ആയിരുന്നു എന്ന്. അതിന്റെ 30 അംഗ ദേശീയ സമിതിയിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ പിന്നീട് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് എന്ന് പറഞ്ഞ വലിയ ഫണ്ടിങ് ഉണ്ടായിരുന്ന സംഘപരിവാറിന്റെ തിരക്കഥയിൽ ഉണ്ടായിരുന്ന സമരമായിരുന്നു. അതുകൊണ്ടാണല്ലോ അമേരിക്കയിൽ ചെന്നപ്പോൾ എന്തോ ഒരു വലിയ സ്വീകരണമാണ് ഈ പറഞ്ഞ അണ്ണാ ഹസാരയ്ക്ക് കിട്ടിയത്. ഇവിടെ അമേരിക്കൻ കോൺഗ്രസിലുള്ള അംഗങ്ങൾ തന്നെ വരികയാണ് വലിയ സ്വീകരണമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ അവർ ട്രംപ് ഭരണകൂടം ഒരു തീരുമാനം എടുത്തു, ഇന്ത്യയിലേക്ക് ഉൾപ്പെടെയുള്ള ഈ ഫണ്ടിങ് വേണ്ട, USAIDന്റെ ഫണ്ടിങ് വേണ്ട, ആയിക്കോട്ടെ, അത് അവരുടെ തീരുമാനം. അവര് കൊടുക്കോ കൊടുക്കാതിരിക്കുവോ? ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ മൊസാംബിക്കിലും ആഫ്രിക്കയിലും ഇന്ത്യയിലും ബംഗ്ലാദേശിലും അത് അവരുടെ ഇഷ്ടം. പക്ഷെ അതിനെ എന്തിനാണ് കോൺഗ്രസിന്റെ തലയിലേക്ക് വെച്ച് കിട്ടുന്നത്? അതാണ് ഞങ്ങൾക്ക് എന്തിനാണ് വഴിയെ പോകുന്നത് എല്ലാം എടുത്ത് ഈ അമിത് മാളവിയയ്ക്ക് ഒരു പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ വളരെ വ്യക്തമായി പറയാം, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റുമായിട്ടുള്ള കണക്ഷൻ, സോറോസ് രാഹുൽ ബന്ധമൊക്കെ വെരി എവിഡന്റ്, അതൊക്കെ എക്സ്പ്ലിസിറ്റ് ആണ്, അതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ വീണ്ടും പ്രതികൂട്ടിൽ നിർത്തുന്നത് കോൺഗ്രസ്. ഒറ്റ കാര്യം നമ്മുടെ ചർച്ചയിൽ ആദ്യം എന്നെ വെല്ലുവിളിച്ചു, ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നിർത്തിയോ? ഞാൻ കൃത്യമായി പറയാം, 2015 നവംബർ മാസം 19 ചൈനയിലെ ഷാങ്ഹായിൽ വെച്ചാണ്, വേറെ ഇന്ത്യ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യത്തൊന്നുമല്ല, ചൈനയിലെ ഷാങ്ഹായിൽ വെച്ച് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദി പറഞ്ഞ വാചകം ഞാൻ വായിക്കാം. ഇന്ത്യൻസ് വെയർ അഷെയിംഡ് ഓഫ് ബീയിങ് ബോൺ ഇൻ ദ കൺട്രി ടിൽ എ ഇയർ എഗോ. 2015 മെയ് മാസം 19 ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞതാ. അതിനും 2 വർഷം മുന്നേ 2013 സിയോളിൽ വെച്ചും അദ്ദേഹം സമാനമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അത് ഇന്ന് പബ്ലിക് ഡൊമൈനിലുണ്ട്, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ കണ്ടെത്തിയിരിക്കുന്നു ഒടുവിൽ. അല്ല, അത് ഇതൊരു വ്യാജ വാർത്തയാണ്. ഒരേ വാക്കുകൾ ചൈനയെന്ന് പറഞ്ഞു എന്ന് ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചില പത്രങ്ങളെന്നല്ല കേട്ടോ, ഇത് ഇന്ത്യ ടുഡേ, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദുസ്ഥാൻ ടൈംസ്, ദി ടെലിഗ്രാഫ് പോലത്തെ പത്രങ്ങളല്ല, മാംഗോ ന്യൂസ്, മിന്റ്, ഇങ്ങനെയുള്ള ചില ഈ പറഞ്ഞ ഈ ജോർജ് സോറാസിന്റെ ഈ ഫണ്ടിങ്ങിന്റെ ഇനത്തിൽ കൂട്ടാവുന്ന ഭാവിയിൽ സിൽബന്തികളുടെ കൂട്ടത്തിൽ കൂട്ടാവുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. ഈ വിദ്വാൻമാരാണിത് ഇറക്കിയത്. ഇവരാണ് ഈ ഹിൻഡർബർഗിന്റെ റിപ്പോർട്ട് കൊണ്ടുവന്നത്, ആഘോഷിച്ചത്. ഇവരാണ് പെഗാസിസ് ആഘോഷിച്ചത്. ഇങ്ങനത്തെ കുറെ ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് സിയോളിൽ വെച്ച് പറഞ്ഞാന്ന് പറഞ്ഞു. സിയോളിൽ അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായിട്ടില്ല. പിന്നെ പറഞ്ഞു ഷാങ്കായിൽ വെച്ചിട്ട്, ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കെ 15 ഷാങ്കായിൽ വെച്ച് പറഞ്ഞു. ഇത് ഒരു തട്ടിപ്പ് വാർത്തയാണ്. ഇത് പൊളിഞ്ഞു പോയ സാധനമാണ്. ഇത് പാർലമെന്റിൽ വരെ ചർച്ചയായ വിഷയമാണ്. പിന്നെ 2 കാര്യം കൂടി ഞാൻ പറയാം. നേരത്തെ ഞാൻ പറഞ്ഞു അമിത് മാളവിയ രണ്ടും കൂട്ടി വായിച്ചതാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഇവര് പറയണ്ടല്ലോ അണ്ണാ ഹസാരയുടെ സമരത്തിന് പൈസ കിട്ടിയിട്ടുണ്ട് ഇന്ത്യ. അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കാര ആരറിയോ? നിങ്ങളുടെ സന്തത സഹചാരിയും സഖ്യകക്ഷിയുമായ അരവിന്ദ് കെജ്രിവാൾ.
അണ്ണാ ഹസാറെ മൂവ്മെന്റിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് അരവിന്ദ് കെജ്രിവാളാ. ഈ പാലാഴി മദനം കഴിച്ചിട്ട് നടത്തിയിട്ട് അമൃത് വന്ന പോലെ അണ്ണാ ഹസാറിന്റെ സമരത്തിൽ നിന്ന് ഉയർന്നു വന്നത് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും. നിങ്ങൾ ആദ്യം പിണങ്ങി, പിന്നെ ഇണങ്ങി, പിന്നും പിണങ്ങി, സഖ്യുണ്ടാക്കി, പിന്നെ വേണ്ടാന്ന് വെച്ചു. നിങ്ങളുടെ ഘടകകക്ഷി അപ്പൊ ഇന്ത്യ മുന്നണിയിൽ അങ്ങോരാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ്. അങ്ങോര് പൈസയുടെ കാര്യത്തിൽ മോശക്കാരനല്ല എന്നും നമുക്കറിയാം. പിന്നെ മൂന്നാമതൊരു കാര്യം, നിങ്ങൾ ഈ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ തുടങ്ങാൻ പോവാണ്. നിങ്ങൾ ബേജാറാവുന്നുണ്ട്. വൈറ്റ് പേപ്പർ ഒന്നും അല്ല, ബ്ലാക്ക് പേപ്പർ തന്നെ വരും. പോലീസ് വരും, CBI വരും, മറ്റ് സംവിധാനങ്ങൾ വരും, അന്വേഷണം ഉണ്ടാവും. ഇത് വലിയ വിഷയം തന്നെയാണ്. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ തലയിലൊന്നും കെട്ടിവെക്കണ്ട. ഓക്കെ, ശ്രീജിത്ത്. ഒരു ചെറിയ പോയിന്റ് പറയാനാണ്. ശ്രീ റോണി ഇപ്പോൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു വൈറ്റ് പേപ്പർ ജയറാം രമേശ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അല്ലാതെ കോൺഗ്രസ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല, അല്ലെങ്കിൽ പത്തായത്തിലും കിണറിലും ഒന്നും അച്ഛനില്ല എന്നുള്ള ഒരു സമീപനം കോൺഗ്രസിനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇന്ന് ജയറാം രമേശ് ഇന്നത്തെ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റ് ഉണ്ട്. ആ ട്വീറ്റിൽ അദ്ദേഹം ഷെയർ ചെയ്യുന്നത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു വാർത്തയാണ്. അതായത് ഇന്ത്യയിലേക്കല്ല ഈ $21 മില്യൺ വന്നിരിക്കുന്നത്, പകരം അത് ബംഗ്ലാദേശിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യൻ എക്സ്പ്രസ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരുപക്ഷെ അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം. കാരണം ഡോജ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന അമേരിക്കയിലെ ഡിപ്പാർട്ട്മെന്റ് തന്നെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കംബോഡിയ മുതൽ ഇങ്ങോട്ടുള്ള വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് എത്ര പണം എന്തൊക്കെ കാര്യത്തിന് മുടക്കി എന്ന് പറഞ്ഞ് ഔദ്യോഗികമായിട്ട് എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ അവർ ഇന്ത്യയുടെ പണം കഴിഞ്ഞതിന് ശേഷമാണ് ബംഗ്ലാദേശിന്റെ പണം പ്രത്യേകമായി പറയുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിന് മുടക്കിയിരിക്കുന്ന പണം ഇന്ത്യയുടേത് എന്ന രീതിയിലേക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടതല്ല. അപ്പൊ ഈ വാർത്ത, ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഈ വാർത്ത കോട്ട് ചെയ്തുകൊണ്ട് ജയറാം രമേശ് ഇന്ന് ഈ അച്ഛൻ പത്തായത്തിലുമില്ല, അല്ലെങ്കിൽ അച്ഛൻ കിണറ്റിലുമില്ല എന്ന രീതിയിലേക്കുള്ള ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. ആ ട്വീറ്റ് ഇങ്ങനെയാണ്: ലൈസ് ഫസ്റ്റ് മൗത്ത് ഇൻ വാഷിംഗ്ടൺ. അതായത് അമേരിക്കയിൽ ട്രംപ് ആദ്യം കള്ളം പറഞ്ഞു, ലൈസ് ദെൻ ആംപ്ലിഫൈഡ് ബൈ BJP's ജൂട്ട് സേന. അതിനുശേഷം BJPയുടെ കള്ളം പറയുന്ന സേന ഇവിടെ അതിനെ ആംപ്ലിഫൈ ചെയ്തു. അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇവിടെ അമിത് മാളവ്യ പോലെയുള്ള ആൾക്കാരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തം. ലൈസ് മേഡ് ടു ബി ഡിബേറ്റഡ് ഓൺ ഗോഡി മീഡിയ. അറിയാമല്ലോ, നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ അത് വെച്ചിട്ട് കള്ളം പറയുന്നു. ലൈസ് നൗ തറവ്ലി എക്സ്പോസ്ഡ്. അതായത് ഇന്ത്യൻ എക്സ്പ്രസ് ഇപ്പോൾ ഇതിനെല്ലാം എക്സ്പോസ് ചെയ്തിരിക്കുന്നു. വിൽ ദ ലയേഴ്സ് അപ്പോളജൈസ്. അതായത് ഈ കള്ളം പറഞ്ഞിരിക്കുന്ന ആൾക്കാരെല്ലാം മാപ്പ് പറയുമോ എന്ന് ചോദിച്ചിട്ട് ഇന്നത്തെ ദിവസം 12 മണിക്കൂറിന് മുമ്പ് ജയറാം രമേശ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വൈറ്റ് പേപ്പർ ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. മറിച്ച് അദ്ദേഹം ഇവിടെ പണം കിട്ടിയിട്ടുള്ളപ്പോൾ പണം കിട്ടിയിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നതിനും അത് ബംഗ്ലാദേശിനാണ് കിട്ടിയിരിക്കുന്നതെന്നും പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ നേതാവാണ്. നോക്കൂ, ഇവിടെ പണം കിട്ടിയിട്ടില്ല എന്നാണ് ഈ പറയുന്നതിന് അർത്ഥം. അതായത് USAID ഇന്ത്യക്കല്ല പണം നൽകിയിരിക്കുന്നത്, പകരം ബംഗ്ലാദേശിനാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മാധ്യമ വാർത്തയെ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അച്ഛൻ ഇവിടെ പത്തായത്തിലുമില്ല, അച്ഛൻ ഇവിടെ ഭണ്ഡാരപ്പെട്ടിയിലുമില്ല, അച്ഛൻ ഇവിടെ കിണറ്റിലുമില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് ശ്രീ റോണി കെ ബേബി ആ ട്വീറ്റ് കൂടി ഒന്ന് വായിച്ചു നോക്കണം, അല്ലെങ്കിൽ ശ്രീ ജയറാം രമേശിന് ഒരു സന്ദേശം അയച്ച് അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയെങ്കിലും വേണം എന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം. എന്തായാലും വിദേശകാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.